ഈ കരിയർ പോഡ്കാസ്റ്റുകൾ തുടങ്ങിയ സമയം മുതൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ആയി വരുന്ന ഒരു ടോപ്പിക് അതാണെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എൻട്രൻസ് എക്സാംസ് ആണ്. എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ അത് സയൻസുകാർക്ക് മാത്രമാണോ? ഒരിക്കലും അല്ല. അത് എപ്പോഴത്തെ ഒരു പരാതിയാണ്. അതെ, ആ പരാതിയിലേക്ക് നമ്മൾ പോവില്ല. സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറെ പരീക്ഷകളുണ്ട്. ഇതിൽ ഓഫ് കോഴ്സ് സയൻസുകാർക്കാണ് എൻട്രൻസുകൾ കൂടുതലുള്ളത് എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്ന് വെച്ചാൽ കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ഒരു എൻട്രൻസ് ഇല്ലാതെ അതിന് അർത്ഥമില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ പരീക്ഷകളെ കുറിച്ച്, അതായത് നാഷണൽ ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ള മിക്കവാറും പരീക്ഷകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അത് ഏതൊക്കെ സ്ട്രീമുകാർക്കാണ് എഴുതാൻ പറ്റുക, എന്താണ് അതിൽ ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കഷനിൽ എടുക്കാം. സോ ദാറ്റ് ഏതൊരു സ്റ്റുഡൻറ്റും ഇപ്പം 12th കഴിഞ്ഞാൽ എഴുതേണ്ട പരീക്ഷകൾ ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത് അവർക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാം. പാരൻസിന് മനസ്സിലാവും കാര്യങ്ങൾ. അപ്പം അതിനൊക്കെ ഈ വീഡിയോ ഉപകരിക്കട്ടെ. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, എന്തൊക്കെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളാണ് മാം ഉള്ളത്? എഞ്ചിനീയറിംഗിന് കുറേ എൻട്രൻസുകൾ ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ടോപ്പ് ഇതിൽ നിൽക്കുന്നത് JEE എന്ന് പറയുന്ന പരീക്ഷയാണ്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഈ JEE പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ 3 വിഷയങ്ങളിൽ നിന്നാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോണത്. ഈ JEE പരീക്ഷയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്, ഈ പരീക്ഷ 2 ലെവലിലാണ് കിടക്കുന്നത്. ആദ്യത്തേതിനെ നമ്മൾ JEE മെയിൻ എന്ന് വിളിക്കും. രണ്ടാമത്തെ പരീക്ഷയെ നമ്മൾ JEE അഡ്വാൻസ്ഡ് എന്ന് വിളിക്കും. ഈ JEE മെയിൻ എന്ന് പറയുന്ന പരീക്ഷ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നടക്കും. അതിൽ ആദ്യത്തെ പ്രാവശ്യം ജനുവരി മാസം, രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം. അപ്പൊ ഇപ്പൊ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. ആ കുട്ടിയുടെ പരീക്ഷ നടക്കുന്നത് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരിക്കില്ലേ? ആ ഫെബ്രുവരി മാസത്തിന് തൊട്ട് മുന്നിൽ വരുന്ന ജനുവരി. ആ ജനുവരിയാണ് ആ കുട്ടിക്ക് JEE മെയിനിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് നടക്കുക. അപ്പൊ ബോർഡ് എക്സാമിന് JEEക്കും കൂടെ ഒരുമിച്ച് പഠിക്കേണ്ടി വരുമോ? തീർച്ചയായും പഠിക്കേണ്ടി വരും. കാരണം ബോർഡ് എക്സാമിന് തൊട്ട് മുന്നെയാണ് ഈ പരീക്ഷ നടക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, ഈ അടുത്ത എക്സാം, അതായത് ഞാൻ പറഞ്ഞു 2 അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ജാനുവരിയിലുള്ളത്, സെക്കൻഡ് അറ്റംപ്റ്റ് ഏപ്രിലാണ്. അപ്പൊ ബോർഡ് എക്സാം കഴിഞ്ഞാൽ ഉടനെ രണ്ടാമത്തെ അറ്റംപ്റ്റ് കൊടുക്കേണ്ടി വരും. മുന്നേ എഴുതാം, ശേഷം എഴുതാം, രണ്ടും എഴുതാം. മാം, അപ്പൊ ഒരു കുട്ടിക്ക് സെയിം എഴുതാൻ പറ്റുമോ? രണ്ടും എഴുതാൻ പറ്റും. കാരണം ഇത് രണ്ടും എഴുതിയാലും ഇതിൽ 2ൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് അറ്റംപ്റ്റിലാണോ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അതിനെയാണ് അവർ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യുമെന്നറിയോ, ഈ ബോർഡിന് മുന്നേ അല്ലേ ഈ പരീക്ഷ വരുന്നത്, അപ്പൊ ഞങ്ങൾ ബോർഡിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് തിരക്കിലാണ്, ജനുവരി എഴുതുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എടുക്കും. അപ്പൊ അതങ്ങനെ ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒന്നുമില്ലെങ്കിലും അതൊരു പ്രാക്ടീസ് എക്സാം ആയിട്ടെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് നമ്മൾ പരീക്ഷ കുളമാക്കി വിചാരിച്ചോ, കുഴപ്പമില്ലല്ലോ, ഏപ്രിലിൽ നമുക്ക് ഒന്നുകൂടെ എഴുതാമല്ലോ. ആ ഏപ്രിലിൽ നമുക്ക് ജനുവരിയിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ അതല്ലേ കൺസിഡർ ചെയ്യാൻ പോകണല്ലോ. അപ്പൊ റിസ്ക് ഇല്ലല്ലോ അതിനകത്ത്. ഓഫ് കോഴ്സ് ആ ഒരു പ്രാവശ്യത്തെ എക്സാം ഫീസ് നമ്മൾ എക്സ്ട്രാ അവിടെ വരും എന്നൊരു സംഭവം മാത്രമാണ് വരുന്നത്. പക്ഷെ ആ ഒരു അറ്റംപ്റ്റ് ലൂസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ JEE പരീക്ഷയുടെ മെയിൻ ആണ് ഇതെന്ന് പറയുന്നത്. ഈ മെയിൻ എക്സാം ചില കുട്ടികൾ റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അടുത്ത പ്രാവശ്യത്തെ ജാനും ഏപ്രിലും പോയി എഴുതും. അതാണ് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേനും പിന്നീടുള്ള വർഷങ്ങളിലേക്ക് എന്നുള്ളതാണ് അർത്ഥം. ഹൗവർ, ഒരു കുട്ടിക്ക് ആ ആളുടെ ജീവിതത്തിലെ ആദ്യത്തെ JEE അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് 12ാം ക്ലാസ്സിന്റെ ബോർഡ് എക്സാമിന് തൊട്ട് മുന്നിൽ വരുന്ന ജനുവരി മാസത്തിലാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ JEE മെയിൻ പരീക്ഷ പാസ്സായാൽ മാത്രമേ, പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഒരു സർട്ടൺ ലെവൽ ഓഫ് മാർക്ക് വരെ എത്തണം. ഞാൻ ഈ സർട്ടൺ എന്ന് പറയാൻ കാര്യം എല്ലാ വർഷവും അത് ഒരുപോലെ അല്ല. അത് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കൺസിഡറേഷൻ ഒക്കെ എടുത്തിട്ടാണ് അത് വരുന്നത്. ആ ഒരു സർട്ടൺ ത്രഷോൾഡിൽ നമ്മൾ എത്തിപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഈ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന സെക്കൻഡറി ലെവലിലേക്ക് കടക്കുള്ളൂ. അപ്പോൾ മെയിൻസ് നമ്മൾ ക്ലിയർ ചെയ്താലാണ് അഡ്വാൻസിൽ വരിക. ഈ മെയിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ജനുവരിയിൽ നടക്കുന്ന പരീക്ഷയുടെ റിസൾട്ട് ഫെബ്രുവരി പകുതി ആകുമ്പോഴത്തേനും വരും. ഈ ഏപ്രിലിൽ നടക്കുന്നത് ഏപ്രിലിൽ തന്നെ അതിന്റെ റിസൾട്ട് വരും. അപ്പൊ ഈ റിസൾട്ടുകൾ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന സ്കോറിനെ വെച്ച് നമുക്കറിയാം നമുക്ക് അഡ്വാൻസിന് സെലക്ഷൻ കിട്ടിയോ ഇല്ലയോ. അഡ്വാൻസ്ഡിന്റെ പരീക്ഷ എന്ന് പറയുന്നത് മെയ് മാസത്തിൽ നടക്കും. ഈ അഡ്വാൻസ്ഡിന്റെയും റിസൾട്ട് വന്നതിന് ശേഷം ആ മാർക്കുകളെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ റാങ്കുകളെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ IIT പോലുള്ള ഏറ്റവും ടോപ്പ് സ്ഥാപനങ്ങളിലേക്ക് ഉള്ള അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ മെയിൻസിന്റെ വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടത്തില്ലേ? കിട്ടും. പക്ഷെ അത് IIT-യിലല്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ഈ JEE എന്ന് പറയുന്ന പരീക്ഷയിൽ കൂടെ അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇല്ലേ? ഇപ്പം IIT കിട്ടും, NIT കിട്ടും, IIST-യിൽ കിട്ടും, IISc-യിലെ ചില കോഴ്സുകൾക്ക് കിട്ടും. ഇങ്ങനെ പല സ്ഥാപനങ്ങളിലും നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ എവിടെ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ഓരോ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ദാസ കോട്ട എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ
ഫോറിനിൽ പഠിക്കുന്ന പിള്ളേർ, ഇപ്പൊ ദുബായിലൊക്കെ പഠിക്കുന്ന പിള്ളേരെല്ലാം ദാസ കോട്ടയ്ക്ക് എലിജിബിൾ ആണ്. 11th 12th ഒരു വിദേശ രാജ്യത്ത് പഠിച്ച പിള്ളേരായിരിക്കും അത്. അപ്പൊ അതിന് 11th 12th ഒന്നും മാത്രമല്ല, ഒരു നിശ്ചിത നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള കുറച്ച് ക്ലോസസ് ഉണ്ട്. പിന്നെ അച്ഛനോ അമ്മയോ ഇവിടെ ഉണ്ടാവണം. അങ്ങനെയുള്ള കുറെ ക്ലോസ് ഒക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേനും ഗൾഫ് കൺട്രീസിലുള്ളവർക്കും ഇനിയിപ്പം വല്ല US-ലോ അല്ലെങ്കിൽ UK-ലോ ഓസ്ട്രേലിയയിലോ ഒക്കെ 11th 12th ഒക്കെ ചെയ്യുന്ന കുട്ടികളും ഒക്കെ എലിജിബിൾ ആണ്. അപ്പൊ ഈ കുട്ടികൾക്കെല്ലാം ഉള്ള ഈ ദാസ കോട്ടയില് പ്രീമിയം സ്ഥാപനങ്ങളിലേക്ക് JEE മെയിനിന്റെ റാങ്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ദാസയിലൂടെയുള്ള അഡ്മിഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ. പക്ഷെ ഈ ദാസയിൽ നിന്ന് ഒരിക്കലും IIT കിട്ടത്തില്ല കേട്ടോ. IIT ദാസയിൽ ഉള്ള സംഭവം അല്ല. പക്ഷെ NIT-യിൽ നമുക്ക് സീറ്റ് കിട്ടും, ട്രിപ്പിൾ IT കിട്ടും നമുക്ക് സീറ്റ്സ്. അങ്ങനെ കുറെ സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് ദാസ കോട്ടയും ഓപ്പൺ ആവും. അപ്പൊ ഇതില് എനിക്ക് കുട്ടികളോടും പാരന്റ്സിനോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ JEE എന്ന് പറയുന്ന പരീക്ഷ നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ നിങ്ങളൊന്ന് എഴുതിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഈ ദാസ കോട്ട കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു പ്രീമിയം സ്ഥാപനത്തിൽ ഇന്ത്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ലെവൽ ഓഫ് മാർക്ക് എത്തിയില്ല എങ്കിൽ പോലും അഡ്മിഷൻ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ പോസിബിലിറ്റിയെ നിങ്ങൾ കളയരുത്. അപ്പൊ അതൊരു ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ കാണണം. അപ്പൊ JEE മെയിൻ മാത്രം മതി, അഡ്വാൻസ്ഡ് വേണ്ട. അതാണ് അതിനകത്ത് വേറൊരു ഇതുള്ളത്. പിന്നെ JEE മെയിനിന്റെ ഇതിൽ നമുക്ക് ആദ്യം വരുന്നത് പെർസെന്റൈലാണ്. ഈ പെർസെന്റൈൽ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പരിചയമല്ലാത്ത ഒരു കാൽക്കുലേഷൻ മെത്തേഡാണ് ഈ പെർസെന്റൈൽ എന്ന് പറയുന്നത്. പെർസെന്റൈലും പെർസെന്റേജും വ്യത്യാസമുണ്ട്. ഈ പെർസെന്റൈലിനെ കുറിച്ചൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പണ്ടെപ്പോഴും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പൊ അത് ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു ശ്രീവിദ്യ സന്തോഷ് പെർസെന്റൈൽ എന്നോ വല്ലതും അടിച്ചു നോക്കിയാൽ വരുമായിരിക്കും. അപ്പൊ അത് കാരണം അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ അത് കൺഫ്യൂസിങ് ആയിരിക്കും. സോ പെർസെന്റൈൽ സ്കോർ ആണ് വരുന്നത്. അതനുസരിച്ചിട്ട് ലാസ്റ്റിൽ റാങ്കും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെയുള്ള പ്രീമിയം സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടും. സോ JEE മെയിൻ ഉണ്ട്, JEE അഡ്വാൻസ്ഡ് ഉണ്ട്. അഡ്വാൻസ്ഡ് ഒരു പ്രാവശ്യം മാത്രമേ നടക്കുള്ളൂ, ഒരു വർഷത്തില് ഉള്ളൂ. അപ്പൊ അത് മെയിൻ്റെ സ്കോർ നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്വാൻസിലേക്ക് കിട്ടാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഏത് റാങ്ക് ഉണ്ട് എങ്കിൽ എവിടെ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് എപ്പോഴും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, അങ്ങനെ എനിക്ക് ഇത്ര റാങ്ക് കിട്ടി, എവിടെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് കമന്റ്സിൽ തന്നെ വരാറുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ആരോട് ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഗൂഗിളിൽ കയറിയിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അവൈലബിൾ ആവും. അപ്പൊ അതിൽ നോക്കിയാൽ നമുക്ക് അറിയാം കഴിഞ്ഞ വർഷം എത്ര റാങ്ക് ഉള്ള ആൾക്ക് വരെ ഏതൊക്കെ സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇതിന്റെ അഡ്മിഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ നടക്കും. ഇപ്പൊ ഈ ദാസ എന്ന് പറയുന്നത് ഈ JEE ത്രൂ അഡ്മിഷൻ നടക്കുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് ദാസയിലൂടെയാണ് അത് നടക്കുന്നത്. പിന്നെ ജോസ ഉണ്ട്. ജോസ എന്ന് പറഞ്ഞാൽ ജോയിന്റ് സീറ്റ് അലൊക്കേഷൻ അതോറിറ്റി. അതാണ് ഇതിന്റെ മെയിൻ അതോറിറ്റി എന്ന് പറയുന്നത്, JEE ത്രൂ പിന്നെ സീറ്റ്സ് അലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ജോസയിലും കിട്ടാതെ വരുമ്പോൾ നമ്മൾ CSAB എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതിലേക്ക് പോകും. നമ്മൾ എന്തായാലും അതിന്റെ ഡീറ്റെയിലേക്ക് പോകണ്ട, എക്സാമിലേക്ക് മാത്രം നിൽക്കാം. എക്സാം JEE ആണ്, മെയിൻ ഉണ്ട്, അഡ്വാൻസ്ഡ് ഉണ്ട്. മാം ഇപ്പൊ സപ്പോസ് നമ്മൾ JEE മെയിൻ ക്ലിയർ ചെയ്ത് അഡ്വാൻസിലേക്ക് എത്തി, നമുക്ക് അഡ്വാൻസ് മാത്രമായിട്ട് റിപ്പീറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇയറിൽ എഴുതാൻ പറ്റത്തില്ല. ഗുഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒരിക്കലും പറ്റില്ല. നമുക്ക് അതേ വർഷം തന്നെ JEE മെയിൻ എഴുതി മെയിൻ പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം നമുക്ക് അഡ്വാൻസിലേക്ക് എത്താം. അല്ലാതെ ഒരു ജമ്പിങ് നമുക്ക് പോസിബിൾ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ മേജർ ആയിട്ട് JEE മെയിനും അഡ്വാൻസ്ഡ് ആണ് ഉള്ളത്. ഇനി ഇതിന്റെ രണ്ടിനും സെയിം സിലബസ് ആണോ നമ്മൾ പഠിക്കേണ്ടത്? സിലബസ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തന്നെയാണ്. പക്ഷേ ദ വേ ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സാധനമല്ലേ, ദ വേ ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ബീയിങ് ആസ്ക്ഡ്, അത് ഡിഫറെന്റ് ആണ്. അതിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആണ്. പക്ഷേ ഒരു കുട്ടി നല്ലോണം ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിച്ചു കഴിഞ്ഞാൽ അതൊരു പിന്നെ നമ്മുടെ CBSE-യുടെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെയോ ഒക്കെ ബോർഡ് എക്സാമിനെ ഫേസ് ചെയ്യേണ്ടുന്ന ലെവലിൽ പഠനം പോയിട്ട് കാര്യമില്ല. ഇത് കുറച്ചും കൂടി ഡെപ്തിൽ പോകണം. കാരണം എന്താ വെച്ചാൽ കോൺസെപ്റ്റുകൾ കുറച്ചും കൂടി ആഴത്തിൽ വരുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതൽ വരാൻ പോകുന്നത്. സാധാരണ നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താണ്, വലിച്ചു വാരി എഴുതാനല്ലേ പാട്, മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് വിചാരിക്കും. അല്ല, നല്ല പാടുണ്ട്. കാരണം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളത്, ഇവിടെയൊക്കെ ടൈമാണ് കീ. ടൈം മാനേജ്മെന്റ് വളരെ കീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ റൈറ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യുകയും ആ റൈറ്റ് ആൻസർ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുകയും വേണം. നെഗറ്റീവ് മാർക്കും തീർച്ചയായും ഒരുമാതിരിപ്പെട്ട എല്ലാ എൻട്രൻസിനകത്ത് നെഗറ്റീവ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ 11th and 12th ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മേജർ. ഈ 11th and 12th ഫിസിക്സും കെമിസ്ട്രി, മാത്സും നന്നായി പഠിക്കണമെങ്കിൽ 8, 9, 10 ക്ലാസ്സുകളിലെ സയൻസ്, മാത്സ് വിഷയങ്ങളുടെ അടിസ്ഥാനം നല്ലോണം ഉറച്ചിരിക്കണം. ഈ അടിസ്ഥാനം നമുക്ക് നല്ലോണം ഇല്ല എങ്കിൽ 11ലും 12ലും നമ്മൾ എത്ര തലകുത്തി നിന്ന് കഴിഞ്ഞാലും ഇത് പൊട്ടും. അപ്പോൾ ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം ഒക്കെ ആസ്പയർ ചെയ്യുന്ന ഒരു കുട്ടി
8ാം ക്ലാസ് മുതലെങ്കിലും അവരുടെ സയൻസ് മാത്സ് വിഷയങ്ങളുടെ അടിസ്ഥാനം നല്ല സ്ട്രോങ് ആണ് എന്ന് ഉറപ്പിച്ച് പേരൻസ് എപ്പോഴും അത് കേൾക്കുന്നവരൊന്ന് മേക്ക് ഷുവർ ചെയ്താൽ നല്ലതായിരിക്കും അല്ലെ. ഇപ്പൊ കുട്ടികൾ അതിനെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ പോലും പേരൻസ് ആ ഒരു ഇതിലൂടെ 9th തൊട്ടെങ്കിലും പ്രോപ്പറായി പോയാൽ നന്നായിട്ട് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ മാം ഇതിന്റെ കോച്ചിങ്ങും കാര്യങ്ങളും അവര് പ്രിപ്പറേഷനും ഇതുപോലെ ഒരു 10th ശേഷം സ്റ്റാർട്ട് ചെയ്യണോ അതോ 11th 12th ഒപ്പം പഠിക്കുന്ന കുട്ടികളുണ്ട്, ഇത് കഴിഞ്ഞ് പഠിക്കുന്നവരുണ്ട്, അത് എങ്ങനെയാണ് മാം വരുന്നത്? അറ്റ്ലീസ്റ്റ് ഈ 11ാം ക്ലാസ്സിന്റെ പാഠഭാഗങ്ങളോടൊപ്പമെങ്കിലും ഇവർ പഠിച്ചു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിപ്പീറ്റിന് പോയിട്ട് ഞാൻ ക്ലിയർ ചെയ്യാം ആ ഒരു തോട്ടിലേക്കൊന്നും നിങ്ങൾ വരരുത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനമില്ലാതെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടും കാര്യമില്ല, 11 12 കൂടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, രണ്ടും കുളമാണ്. അപ്പോൾ ഇതുപോലൊരു പരീക്ഷയൊക്കെ നമ്മൾ എയിം ചെയ്യുന്നുവെങ്കിൽ ഇത്തരം പരീക്ഷകളുടെ പ്രാധാന്യവും അങ്ങനെ ഒരു പരീക്ഷയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് എത്രമാത്രം സയൻസും മാത്സും നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ ചെറിയ പ്രായം തൊട്ട് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടികളാണ്, അതായത് കൊച്ചിലേ തൊട്ട് ഇപ്പോൾ LKG തൊട്ട് കൊണ്ട് കോച്ചിങ്ങിനെ വിടാനല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ തുടങ്ങുക 6ാം ക്ലാസ്സിൽ തുടങ്ങുക ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ പഠിക്കുന്ന ആ ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ നല്ല സ്ട്രോങ് ആയിരിക്കണം. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിലാവുമ്പോഴത്തേനും പാരൻസ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടും. വലിയൊരു ഇനി സമയമുണ്ടല്ലോ അവർ ഭയങ്കര റിലാക്സ്ഡ് ആറ്റിറ്റ്യൂഡിലായിരിക്കും പിള്ളേരെ അങ്ങ് വിടുന്നത്. എന്നിട്ട് ഇതേ ആൾക്കാര് കുട്ടികളുടെ 11ൽ എത്തിയപ്പോൾ നമ്മൾ പാരന്റ് നിറം മാറി എന്ന് പറഞ്ഞ പോലെ ആളങ്ങ് മാറി. നിറം മാറിയതിനു ശേഷം ഇവരെന്തോ ചെയ്യും, ഭയങ്കര സ്ട്രിക്റ്റ് ആവും, ബോർഡ് എൻട്രൻസ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രഷർ ഇടും. അത് അത്രയും പ്രഷർ കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അടിസ്ഥാനം ഉറക്കാതെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എത്ര പ്രഷർ കൊടുത്താലും നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ സ്വപ്നങ്ങൾ ആ സമയത്ത് കൊണ്ടൊന്ന് ഷെയർ ചെയ്താലും ഇതൊന്നും നടക്കാൻ പോണില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ നമ്മൾ ഇതിൻ്റെ ഒരു ഓറിയന്റേഷൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് എഴുതണമെങ്കിൽ നമുക്ക് ഇന്നതൊക്കെ ക്ലിയർ ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പറയില്ലേ നമ്മുടെ ലൈറ്റ് ടോക്സിനിടയ്ക്ക് ഈ കാര്യങ്ങൾ കൂടെ കൊണ്ടുവരിക, മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടിക്കും അറിയാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോ പല കുട്ടികളും 11ലേക്ക് എത്തിപ്പെടുമ്പോൾ എൻ്റെ അമ്മോ ഇത് ഇത്ര ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ ഷോക്ക്ഡ് ആവുന്ന അവസ്ഥയുണ്ട്. ഓക്കെ, അപ്പൊ ജെയിനെ കുറിച്ച് ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു തന്നു. ഇനി അടുത്ത ഏതാണ് എൻട്രൻസ് വരുന്നത് എഞ്ചിനീയറിംഗിന്? എഞ്ചിനീയറിംഗിന് JEE കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നാഷണൽ ലെവലിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ CUET-യുടെ കുറച്ച് CUET-യിലെ സ്കോർ വെച്ച് കയറാൻ പറ്റുന്ന കുറച്ച് എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു CUET നമുക്ക് ടോട്ടലി വേറെ തന്നെ പറയാം, കാരണം CUET കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ്. അതെ. പിന്നെ കേരളത്തിന്റെ ഇതിൽ നമ്മൾ കേരളത്തിന്റെ എക്സാം, അത് കേരളത്തിലുള്ള ആളുകൾ എഴുതുന്നത് നല്ലതാണ്, കാരണം കേരളത്തിൽ വളരെ ടോപ്പായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ട്. അത്തരം എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ നോക്കുന്നുവെങ്കിൽ ആ മെറിറ്റ് സീറ്റുകൾക്ക് നമുക്ക് കീമിന്റെ സ്കോർ ഉപയോഗിച്ചിട്ടുള്ള റാങ്കിങ് ആണ് അതിന് പ്രാധാന്യമായിട്ട് വരിക. ഇപ്പൊ കീം എഴുതി എന്ന് വിചാരിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെയുള്ള നാഷണൽ സ്ഥാപനങ്ങൾ, അതായത് കേരളത്തിൽ IIT ഉണ്ട്, NIT ഉണ്ട്, IIIT ഉണ്ട്, ഇവിടെ ഒന്നും കീമിന്റെ സ്കോറും കൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കേരളത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അത് കീം എഴുതിയാൽ കിട്ടുന്നതാണെന്നൊന്നും ആരും ധരിക്കരുത്. അത് നാഷണൽ എക്സാം ആണ്, അതിനൊക്കെ JEE ആണ് വേണ്ടത്. പക്ഷെ കേരളത്തിലുള്ള അല്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജുകൾക്കൊക്കെ തന്നെ നമുക്ക് കീമിന്റെ സ്കോർ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. അപ്പൊ കീം ഒരു എക്സാം ആണ് നമുക്ക്. പിന്നെ കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് കുസാറ്റിന്റെ എക്സാം നടക്കുന്നത്. ഈ കീം സാധാരണഗതിയിൽ പണ്ടൊക്കെ നടന്നുകൊണ്ടിരുന്ന മാസം എന്ന് പറയുന്നത് ഏപ്രിലായിരുന്നു. ഇടയ്ക്ക് ഒരു വർഷം എന്ത് സംഭവിച്ചു, ആ എക്സാം വന്നിട്ട് ജൂണിൽ നടന്നു. അപ്പൊ ഇപ്പോ ആ എക്സാം എപ്പോ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ് ഓർ ജൂൺ എന്ന് എനിക്ക് പറയേണ്ടി വരും. ഹൗവർ ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ അത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട്, കാരണം ഒരു പ്രാവശ്യം ഇതിനെ കൊണ്ടുവന്ന്, അത് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു, ജൂണിൽ കൊണ്ടുവന്ന് വെച്ചു. അത് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ ഉണ്ടായി. സോ ബി അവെയർ ദാറ്റ് ഇത് ഏപ്രിലിൽ നടക്കാം, ജൂണിൽ നടക്കാം, അല്ലെങ്കിൽ മെയ്യിൽ നടക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കെങ്കിലും ഇത് നടക്കും. അതാണ് ഫെബ്രുവരി ഒക്കെ തൊട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, അതുപോലെ നമ്മൾ കുസാറ്റിൽ ഉള്ള കുറെ എഞ്ചിനീയറിംഗ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ആ എക്സാമും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് IMU CET ഉണ്ട്. അതിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, IMU CET എന്ന് പറയുന്നത് മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഓക്കെ, അതിൽ വന്നിട്ട് ഈ BTech മെറൈൻ എഞ്ചിനീയറിംഗ് അതുപോലുള്ള കുറച്ച് കോഴ്സസ് ഉണ്ട്. പിന്നെ അവർക്ക് BBAയും ഉണ്ട്. പക്ഷെ അതിൽ BBAയുടെ അഡ്മിഷൻ നമുക്ക് കിട്ടുന്നത് CUET-ന്റെ സ്കോർ എടുത്തിട്ടാണ്. ഓക്കെ, അങ്ങനെയൊക്കെ കുറച്ച് കോഴ്സ് വൈസ് അത് ഡിഫറെന്റ് ആണ്. പക്ഷെ അവിടെയും എഞ്ചിനീയറിംഗിന് നമ്മൾ ടോപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IMU CET ആ ഒരു ലെവലെടുത്ത് പോകേണ്ടി വരും. പിന്നെ നാഷണൽ നമുക്ക് പറയാൻ പറ്റുന്നത്
UGE എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷയുണ്ട്. ഈ UGE എന്ന് പറയുന്നത് IIIT ഹൈദരാബാദിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. ഹൈദരാബാദിലെ IIITക്ക് മാത്രമായിട്ടുള്ള ഈ IIIT കുറച്ച് ട്രിക്കി പരിപാടിയാണ്. അതായത് 31 എണ്ണം ഉണ്ട് ടോട്ടൽ. അതായത് 31 ഉണ്ട് എങ്കിലും 26+5 എന്ന് പറയേണ്ടി വരും. കാരണം 26 ഒരു മോഡലിലും 5 വേറൊരു മോഡലിലുമാണ് കിടക്കുന്നത്. അപ്പൊ ഈ 5 വേറൊരു മോഡലിൽ കിടക്കുന്നതിനകത്തെ ഒന്നാണ് ഈ IIIT ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് സ്പെഷ്യലായിട്ട് ഈ UGE എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷ നടക്കാറുണ്ട്. അപ്പൊ അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സീറ്റുകൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതിൽ കുറെ അധികം വഴികളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ UGE ആണ്. പിന്നെ നമുക്ക് ഈ സയൻസിന്റെ കാര്യത്തിലൊക്കെയുള്ള റിസർച്ച് നോക്കുന്ന പിള്ളേർക്കൊക്കെ മറ്റേ കൊൽക്കട്ടയിൽ ഒരു കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വേണ്ടിയിട്ട് UPST എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷ നടക്കാറുണ്ട്. ഇതൊക്കെയാണ് ഒരു ടോപ്പ് ലെവലിൽ വരുന്ന മേജർ ഇത്. ഇനി വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളുടെ എണ്ണം ഒരുപാടുണ്ട് നമുക്ക്. ഇപ്പം അമൃത, VIT, BITS, SRM, പിന്നെ അമിറ്റി, മണിപ്പാല്, ജെയിൻ, അങ്ങനെ കുറെ ഉണ്ടല്ലോ. അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറയുന്നത് അവരുടേതായ എൻട്രൻസ് പരീക്ഷകളുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ എൻട്രൻസ് പരീക്ഷകൾ അതാത് യൂണിവേഴ്സിറ്റികൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഈ പറയുന്ന പരീക്ഷകളൊന്നും ഞാൻ ഈ നമ്മുടെ JEE ലെവൽ ഓഫ് അത്ര കോംപ്ലിക്കേഷൻ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും അത് വളരെ നിസ്സാര പരീക്ഷകളെന്ന് വേണം പറയാനില്ല. വളരെ ലൈറ്റ് ആണ്. അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഡീം ടു ബി യൂണിവേഴ്സിറ്റികളാണ്. ദി നീഡ് മോർ ഓഫ് സ്റ്റുഡൻസ്. സോ അതുകൊണ്ട് പല കാറ്റഗറിയിലൊക്കെ ഇട്ടിട്ട് റിസൾട്ട് കൊണ്ടുവന്ന് ഓരോ കാറ്റഗറിക്ക് ഓരോ ഫീസ് അങ്ങനെയൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതുകൊണ്ട് അപ്പൊ ഞാൻ ഈ ഡീം ടു ബി പ്രൈവറ്റ് കാറ്റഗറിയിലേക്ക് നമ്മൾ സംസാരിക്കേണ്ട. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡീം ടു ബി യൂണിവേഴ്സിറ്റികളിൽ സെപ്പറേറ്റ് ആണ് എൻട്രൻസ് പരീക്ഷകൾ നടക്കുന്നത്. പലപ്പോഴും ഈ NRI സീറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ എൻട്രൻസ് പോലും ഇല്ലാതെ ആ ഫീസ് കൂടുതലാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പോലും അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതല്ലാതെ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ഇത്രയും ആണ് ഒരു മേജർ ചങ്ക് ആയിട്ട് നമ്മൾ കാണേണ്ട എക്സാമിനേഷൻ. ഇനി ഇതിന്റെ കൂട്ടത്തില് സയൻസ് ആൻഡ് റിസർച്ച് വരും കേട്ടോ. ഈ എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു PCM എടുക്കുന്ന കുട്ടി എഞ്ചിനീയറിംഗ് എന്ന ഒറ്റ സാധനം മാത്രമല്ല, അതായത് BTech എന്ന് പറയുന്ന ഒറ്റ സാധനം മാത്രമല്ലല്ലോ. BSc കോഴ്സുകൾ നോക്കാറുണ്ട്, BSc MSc ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അവർക്ക് എഴുതാൻ പറ്റുന്ന വേറെ ഒരുപാട് എൻട്രൻസ് പരീക്ഷകളുണ്ട്. ഇപ്പൊ നമ്മുടെ IISER, IIT എന്ന് പറയുന്ന എൻട്രൻസ് പരീക്ഷ. ഈ IISER ഇന്ത്യയിൽ 7 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് കേരളത്തിൽ ട്രിവാൻഡ്രത്ത് കിടപ്പുണ്ട്. അപ്പൊ ട്രിവാൻഡ്രത്തുള്ള IISER അടക്കം എല്ലാ IISERകൾക്കും വേണ്ടിയിട്ട് IAT എന്ന പേരിൽ, അതായത് IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന പേരിൽ ഒരു എൻട്രൻസ് പരീക്ഷ നടക്കാറുണ്ട്. ഇതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം 4 സബ്ജക്റ്റിന്റെയും സ്കോർ ആണോ മാം എടുക്കുന്നത്? 4 സ്കോർ എടുക്കും. പക്ഷേ കുട്ടി ഈ 4ഉം 11th 12th പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമില്ല. 3 എണ്ണം പഠിച്ചാലും മതി. പക്ഷെ 4 ക്വസ്റ്റ്യൻസ് വരും. ആ 4 ബേസ് ചെയ്തിട്ടാണ് ആൻസർ അവർ വാലുവേറ്റ് ചെയ്യാനും പോകുന്നത്. അപ്പം അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഏത് റിസർച്ചിലേക്ക് പോയാലും ഈ 4 സബ്ജക്റ്റും ഒന്ന് പിടിക്കുമ്പോൾ അടുത്തത് കൂടെ പോരുമെന്ന് പറഞ്ഞ പോലെ ഇങ്ങോട്ട് പോരുവേ. അപ്പോ കുട്ടിക്ക് അതിലുള്ളൊരു ബേസിക് നോളജ് എങ്കിലും ഉണ്ടോ എന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാധനം അതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ തന്നെ റിസർച്ച് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്. മാം, IISERന്റെ IIT എഴുതുന്ന സമയത്ത് നമ്മൾ JEEന്റെ കേസ് പറഞ്ഞാൽ ഇപ്പൊ 12th കംപ്ലീറ്റ് ആയി ആ വർഷം തന്നെ എഴുതണം, അങ്ങനെയുണ്ടോ? അതോ നമ്മളൊരു 1 ഇയർ ബ്രേക്ക് എടുത്ത് എഴുതിയാൽ നമ്മൾ എലിജിബിൾ ആകുമോ? അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഈ 1 ഇയർ ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന സംഭവത്തിലേക്ക് എത്താൻ പറ്റും. ഇതിൽ ജനറൽ ആയിട്ട് എല്ലാവരും എല്ലാ പരീക്ഷ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ചില പരീക്ഷകൾക്ക് എൻട്രൻസ് പരീക്ഷകളുടെ ഏജ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് അവർ പറയും ഏത് പ്രായക്കാർക്കും എഴുതാന്ന് പറയും. പക്ഷേ അത് കഴിഞ്ഞ് അതിന്റെ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോഴത്തേനും ആ സ്ഥാപനം പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പം ഇത് 2025 ആണെന്നിരിക്കട്ടെ, 2023 മുൻപ് +2 പാസ്സായ കുട്ടികൾക്ക് ഞങ്ങൾ അഡ്മിഷൻ തരില്ല. സോ ദാറ്റ് മീൻസ് ആ എൻട്രൻസ് എഴുതാനുള്ള എലിജിബിലിറ്റി ആ കുട്ടിക്ക് ഉണ്ട് എങ്കിലും ആ എൻട്രൻസിന്റെ മാർക്ക് വെച്ചിട്ട് അഡ്മിഷൻ നേടാനുള്ള എലിജിബിലിറ്റി ആ കുട്ടിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ ദിസ് ഇസ് സംതിങ് വിച്ച് എവ്രിബഡി ഹാസ് ടു ചെക്ക്. അപ്പൊ ഇത് ജനറൽ ആയിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വെബ്സൈറ്റ് ഒന്ന് നല്ല തറവായിട്ട് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. അതൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കണം അതിൽ ഇങ്ങനത്തെ ഏജിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ മാം, നെസ്റ്റ് എക്സാം കേട്ടിട്ടുണ്ട്. നെസ്റ്റ് എന്തിന്റെ എക്സാം ആണ്? നെസ്റ്റ് എന്ന് പറയുന്നത് NISER
ഉണ്ട്. അത് ഐസർ പോലെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. റിസർച്ച് കാറ്റഗറിയാണ് മെയിൻ ആയിട്ട് ഇത് വരുന്നത്. പക്ഷെ ഈ ഐസർ പോലെ 7 എണ്ണം ഒന്നും അതില്ല, അത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ റീസയില്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ UMDAയുടെ വേറൊരു ക്യാമ്പസ് കിടപ്പുണ്ട് മുംബൈ ഇതില്. അപ്പോൾ ആ ഒരു അവർക്കൊക്കെ വേണ്ടിയിട്ട് ആ 2 സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു എൻട്രൻസ് പരീക്ഷയാണ് ഈ പറയുന്ന നെസ്റ്റ് എന്ന് പറയുന്നത്. അതും ഈ ഒരു സയൻസിന്റെ റിസർച്ച് മേഖലയിലേക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഈ നെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ UPST എന്ന് പറയുന്ന പരീക്ഷ, ഇതുപോലുള്ള പരീക്ഷകളൊക്കെ എഴുതണം. അതൊരു എന്താ പറയാ, വെറും JEE മാത്രമാണ് എന്നൊരു ധാരണയിൽ നമ്മൾ ഒരിക്കലും നിൽക്കരുത്. പലപ്പോഴും ഈ IIT വരെയൊക്കെ പിള്ളേർ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഈ നെസ്റ്റ് അധികം പോപ്പുലർ അല്ല. UPST അധികം പോപ്പുലർ ആയിട്ട് ആളുകളുടെ ഇടയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരുപാട് വീഡിയോസ് ഒക്കെ അത് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, അറിയാത്തവരാണെങ്കിൽ അത് അതിലൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതാണ് പരീക്ഷകൾ, അതിൽ എന്താണ് ഓരോന്നിലും ചോദിക്കുക. വെറും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രമല്ലാതെ അതിന്റെ കൂടെ തന്നെ ഒരു സെക്കൻഡറി ലെവലിൽ ഇന്റർവ്യൂ വരുന്ന തരത്തിലുള്ള ചില എൻട്രൻസ് പരീക്ഷകളുണ്ട്. ആ ഇന്റർവ്യൂ കൂടി നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. ചിലതിനകത്ത് നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കൂടി അവർ അനലൈസ് ചെയ്യും. അങ്ങനത്തെ പരീക്ഷകളുണ്ട്. അപ്പൊ ഇത് ഓരോ പരീക്ഷയുടെ മോഡിനനുസരിച്ച് ഡിഫറെന്റ് ആണ്. അതിനൊക്കെ ഈ പറയുന്ന ഓരോ എൻട്രൻസ് പരീക്ഷയെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെന്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും എപ്പോഴും നമ്മുടെ വീഡിയോ എനിക്ക് ഭയങ്കര സങ്കടം വരുന്ന ഒരു കാര്യമാണത്. കാരണം നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു കൊടുത്ത ഒരു സാധനത്തിനെ വീണ്ടും നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ആ സാധനം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. ഈ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു പ്രാവശ്യം ആ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സാധനവും എൻ്റെ പേരും കൂടെ ചേർത്ത് ആ യൂട്യൂബിൽ അടിച്ചിരുന്നെങ്കിൽ സുഖമായിട്ട് വരുന്ന ഒരു വീഡിയോ ആണ്. അത് ചെയ്യാൻ വയ്യ. നമ്മൾ പറയില്ല സ്പൂൺ ഫീഡ് ചെയ്യണം എന്ന് പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ നമ്മൾ നിൽക്കരുത്. നമുക്ക് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ വേറൊരാള് അല്ലേ, എത്രയോ പേര് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ആരെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾ ആദ്യം അതൊന്ന് അടിച്ചു നോക്ക്. അത് അടിച്ചുപോലും നോക്കാതെ വെരി ബേസിക് ക്വസ്റ്റ്യൻസ്, അതാണ് കാര്യം, ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പം JEEൽ എന്തോ ചോദിക്കും, നീറ്റ് പരീക്ഷയുടെ പാറ്റേൺ എന്തോ, വെരി ബേസിക് തിങ്സ്. എത്ര ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒരു പ്രാവശ്യം പോലും സെർച്ച് ചെയ്യാതെ അത് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മള് മനസ്സിൽ ഈ ഒരു കാര്യം ഒന്ന് വിചാരിക്കും, ദൈവമേ ഇവരൊന്ന് സെർച്ച് ചെയ്ത് പോലും നോക്കണില്ലല്ലോ എന്ന് പറയുന്നത് നമുക്കൊരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. മാം എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എത്ര 1000-ലധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കരിയർ മാത്രം. ഈവൻ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ മാം കുട്ടികളെ അങ്ങനെ തന്നെ നമ്മൾ അറിയിക്കുന്നുണ്ട്. മാം ISI എൻട്രൻസ് എക്സാം എന്താണ്? ISI എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സാം. അതായത് നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ വേറൊരു സാധനം കൂടെ കിടപ്പുണ്ട്, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CMI. ഓക്കെ, അപ്പൊ ഇവർക്ക് അവരുടേതായിട്ടുള്ള ചില എക്സാംസ് ഉണ്ട്. ഇപ്പൊ ബേസിക്കലി മാത്തമാറ്റിക്സ് എന്ന വിഷയത്തോട് താല്പര്യമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ഡാറ്റ സയൻസും മാത്സ് ആ ഒരു കോമ്പിനേഷൻ നോക്കുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രീമിയം സ്ഥാപനം എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അവർക്ക് അവരുടേതായ പരീക്ഷയുണ്ട്. ഇതില് മിക്ക സ്ഥാപനങ്ങളുടെ, ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലും PG കോഴ്സുകളാണ് കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അധികം ഉള്ളത് PG ആണ് അണ്ടർ ഗ്രാജുവേഷനേക്കാളും. ബട്ട് സ്റ്റിൽ ദർ ആർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാംസ്. ആ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാംസിന് അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് പരീക്ഷകളാണ് നിലവിലുള്ളത്. അപ്പോൾ കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്കും ഇത് എഴുതാനായിട്ട് പറ്റും. ഇത് ഈ മാത്ത് ഉള്ളത് കൊണ്ട് മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇല്ല, അത് ഡിപ്പെൻഡ്സ് ഓൺ ദി കോഴ്സ് ആണ്. ഇത് വേറെ അതിൽ ചോദിച്ചത് നന്നായി. നമ്മൾ ഈ കോമേഴ്സിനകത്ത് മാത്സ് ഉണ്ട് പലപ്പോഴും. അപ്പോൾ ഈ ചില കുട്ടികൾ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുത്തിരിക്കും. ആ മാത്സിൽ തന്നെ കോമേഴ്സിൽ 2 മാത്സ് വരും. ഒന്ന് സയൻസുകാർ പഠിക്കുന്ന സെയിം മാത്സ്, രണ്ടാമത്തേത് അപ്ലൈഡ് മാത്സ് എന്ന് പറയുന്ന സാധനം. അപ്പൊ അവിടെ നമ്മൾ സയൻസുകാർ പഠിക്കുന്ന സെയിം മാത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് എങ്കിൽ പോലും വി ആർ നോട്ട് എലിജിബിൾ ടു റൈറ്റ് ഓൾ ദ എൻട്രൻസ് എക്സാംസ്. കാരണം മിക്കവാറും പരീക്ഷകളിൽ ഫിസിക്സും കെമിസ്ട്രിയും കൂടി ഇതിന്റെ എന്തിൽ വരും, എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരും. അത്തരം എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്ന പരീക്ഷകളൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ മാത്സ് ഒരു സ്റ്റാൻഡ് അലോൺ സബ്ജക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എൻട്രൻസ് പരീക്ഷകളിൽ ഇത്തരം, അതായത് കൊമേഴ്സിന്റെ ഭാഗമായോ ഇനി ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായോ നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അത് എഴുതാനായിട്ട് എലിജിബിൾ ആവും. ഓക്കെ, അപ്പം
മാത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാം പറഞ്ഞു. ഇനി അടുത്ത ഒരു നെക്സ്റ്റ് കാറ്റഗറി ഓഫ് എൻട്രൻസ് എക്സാം ഏതായിരിക്കും മാമിന് പറയാൻ പറ്റുക? ഡിസൈനിൽ എന്തെങ്കിലും എൻട്രൻസ് വരുന്നുണ്ടോ? പിന്നെ ഓഫ് കോഴ്സ് ഡിസൈൻ ഒരു പ്രധാനപ്പെട്ട എൻട്രൻസ് ഏരിയയാണ്. അതായത് ഒന്ന് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID, രണ്ട് NIFT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ഇത് രണ്ടുമാണ് ഒരു നാഷണൽ ലെവലിൽ പ്രധാനപ്പെട്ടത്. പിന്നെ അതുകൂടാതെ ഒരുപാട് സ്കൂൾ ഓഫ് ഡിസൈൻസ് ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് മേഖലയിലെ സ്കൂൾ ഓഫ് ഡിസൈൻസ്. അത് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാംസ് അവരുടേതായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. ഈ NIDയുടെയും NIFTയുടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് പല ക്യാമ്പസുകളുണ്ട്. ഇന്ത്യയിൽ ഒറ്റ ക്യാമ്പസ് അല്ല ഉള്ളത്. ഇപ്പം NIFT നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണൂർ പോലും ഒരു ക്യാമ്പസ് ഉണ്ട്, NID നമുക്ക് കേരളത്തിലില്ല. അപ്പം ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാമ്പസുകളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ NIFT ഫാഷൻ ടെക്നോളജി എന്നാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്നാണ് എങ്കിലും അവിടെ നമുക്കൊരു ഫാഷൻ ഡിസൈനിങ് മാത്രമാണ് പഠിക്കാൻ പറ്റുക എന്ന രീതിയിൽ മനസ്സ് നിൽക്കരുത്. ഈവൻ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ് പോലുള്ള സാധനങ്ങൾ അവിടെ വരും, പക്ഷെ അത് ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ തന്നെ ഒരു സ്റ്റുഡന്റും ഞാനും തമ്മിലുള്ള സംസാരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ നിഫ്റ്റ് കണ്ണൂര് 2 വർഷം മുമ്പ്, ഞാൻ ലാസ്റ്റ് പോയത് 2 വർഷം മുമ്പാണ്. പോയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി വിസിറ്റ്സ് നടത്തുമല്ലോ. കാരണം ഇപ്പോൾ ഒരെണ്ണം 10 വർഷം മുമ്പ് നമ്മൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ വിസിറ്റ് ചെയ്യുമ്പം അവിടെ നമ്മൾ കുട്ടികളെ കാണുകയും നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇതൊന്നും ഈവൻ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ എൻട്രൻസ് എക്സാമുകളുടെ കാര്യം പോലും നമ്മൾ ആദ്യമായിട്ടല്ല ഇതൊന്നും പറയണത്. ഇതിന് മുന്നേ തന്നെ ഇങ്ങനെ ഇരുന്നിട്ടൊരു ലോഗിൽ സംസാരിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഇതെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ NIFTക്കും NIDക്കും എൻട്രൻസ് പരീക്ഷകളുണ്ട്. ഈ എൻട്രൻസ് പരീക്ഷകളുടെ പ്രത്യേകത എഗെയിൻ ബോർഡ്സിന് മുന്നെയാണ് ഈ പരീക്ഷ നടക്കുന്നത്. അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളാണ് ഈ പരീക്ഷകളുടെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് അപ്ലൈ ചെയ്യുന്ന സമയം അതിന് ആ മാസങ്ങൾക്ക് മുന്നെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരിക. 2025 എഴുതേണ്ട ആള് 2024 രജിസ്റ്റർ ചെയ്യേണ്ടി. എക്സാക്ട്ലി. അതായത് 2025 അഡ്മിഷൻ നോക്കുന്ന ഒരു കുട്ടി 2024 ഡിസംബറിൽ ഇതിന്റെ പരീക്ഷ എഴുതേണ്ടി വരും. അപ്പൊ +2 അവർക്ക് ഇത്ര മാർക്ക് വേണം അങ്ങനെ ഒന്നും ഉണ്ട്. കാരണം ഈ എൻട്രൻസ് എഴുതി റിസൾട്ട് വന്നാൽ അഡ്മിഷൻ എപ്പോഴേ നടക്കുള്ളൂ? 12ാം ക്ലാസ് കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ. അപ്പൊ അഡ്മിഷന്റെ സമയത്താണ് 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ ഇത് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ എൻട്രൻസിൽ നമുക്ക് 100 100 കിട്ടിയാലും അവിടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് 12ാം ക്ലാസ്സിൽ നമ്മൾ മിനിമം 65 വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ നമുക്ക് 60 കിട്ടിയിട്ടുള്ളെങ്കിൽ കുടുങ്ങി. എൻട്രൻസിന് ഫുൾ മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. അങ്ങനെയാണ് സംഭവിക്കുക. അപ്പം എൻട്രൻസ് പരീക്ഷകൾ മുൻപേ ആയിട്ട് നടക്കാം. പക്ഷെ അഡ്മിഷന്റെ സമയത്ത് നമ്മൾ എലിജിബിലിറ്റി ആയി പറയുന്ന മെയിൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ആ കംപ്ലീറ്റ് ചെയ്ത കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുകയും വേണം. അതാണ് അതിന്റെ കീ എന്ന് പറയുന്നത്. അപ്പൊ NIFT NID ഒന്നും ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങളല്ല. അതിനകത്ത് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഈവൻ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ബേസിക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അങ്ങനെ പലതും ഉണ്ട്. അപ്പം ഇതിന്റെയൊക്കെ പാറ്റേൺ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഓരോ എൻട്രൻസ് പരീക്ഷയ്ക്കും നമുക്ക് ഈ ബേസിക് സയൻസ്, മാത്ത് വിഷയങ്ങളിലാണ് ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ വരുന്നത്. അത് മാറ്റിയിട്ട് വരുന്ന എൻട്രൻസ് പരീക്ഷകളിൽ വേറെ വിഷയങ്ങൾ വിച്ച് വി ഡോണ്ട് ലേൺ ഡ്യൂറിങ് ആ 11th and 12th കയറി വരും. അപ്പോൾ ഈ NIFTയും NIDയിലും തന്നെ ഒരു BTech കോഴ്സ് ഉണ്ട് NIFTക്കകത്തൊക്കെ. ആ BTech കോഴ്സിന് അഗെയിൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ടി വരും, മാത്സും ഇത് കയറി വരണം. ബാക്കിയുള്ള കോഴ്സുകൾക്കെല്ലാം തന്നെ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഈ എൻട്രൻസ് എക്സാം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മളൊരു 11ാം ക്ലാസ് മുതൽ നമ്മളെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷനും കിട്ടും. ഇപ്പൊ ചില കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് ഒരു ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലൊക്കെ കയറണമെന്നായിരിക്കും. അവർ PCMB കോമ്പിനേഷനിൽ 11th പഠിക്കാൻ നിൽക്കും. അപ്പൊ ആ PCMB എന്ന് പറയുന്നത് തന്നെ പഠിക്കാൻ നല്ല സമയം വേണം. അതിന്റെ ഇടയിൽ കൂടെ ഈ എൻട്രൻസിന്റെ കോച്ചിങ്ങും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഇറ്റ് ബിക്കംസ് വേ ഡിഫിക്കൽട്ട് ഫോർ ദം. അങ്ങനെ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ നമ്മൾ 11th 12th കുറച്ച് റിലാക്സ് ചെയ്ത് പോവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ അത് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. ഇനി അപ്പൊ ഞാൻ NID പറഞ്ഞു, NIFTയിൽ വരുന്ന എക്സാംസ് പറഞ്ഞു. അതുപോലെ കേരളത്തിന് സെപ്പറേറ്റ് ആയിട്ടൊരു സാധനമുണ്ട്, KDAT എന്ന് പറയും. നമ്മൾ കീം പറയുന്ന പോലെ ഇവിടെ KDAT എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അതായത് ബാച്ചിലർ ഓഫ് ഡിസൈനിങ് കോഴ്സ് ഉണ്ട്, BDIS എന്നാണ് ആ കോഴ്സിന് പറയുക. അതിപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇതിൽ KDAT തന്നെ എഴുതണമെന്ന് എല്ലാവർക്കും നിർബന്ധമൊന്നുമില്ല. ഈവൻ നമ്മൾ NIDയുടെ NIFTയുടെ ഒക്കെ സ്കോർ ഉണ്ടെങ്കിൽ പോലും കിട്ടും. പക്ഷെ ആ പരീക്ഷകളൊന്നും എഴുതാത്ത കുറെ കുട്ടികളുണ്ടാവുമല്ലോ ലാസ്റ്റ് മിനിറ്റിൽ ഇത്തരം കോഴ്സുകളെ കുറിച്ച് ചിന്തിക്കുന്നവരെ.
അവരെ സംബന്ധിച്ചിടത്തോളം KDAT എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ആയിട്ട് മാറും. എനിക്ക് തോന്നുന്നു അതിന്റെ എക്സാം ഒരു ജൂൺ ആ ഒരു മന്തിലൊക്കെയാന്ന് തോന്നുന്നത്. അത് ഈ പറയുന്ന പോലെ നമ്മുടെ ബോർഡ്സിന് മുന്നേ നടക്കുന്ന ഒരു പരീക്ഷയില്ല. അതാ ഞാൻ പറഞ്ഞത്, മറ്റത് വിട്ടുപോയി എന്ന് വിചാരിക്കും. ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ ഈ ഡിസൈനിങ്ങിന്റെ കാര്യം ചിന്തിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഒരു സീറ്റ് വേണം, അപ്പൊ നമ്മൾ NID-യുടേതും എഴുതിയിട്ടില്ല, NIFT-യുടേതും എഴുതിയിട്ടില്ല, ആ സ്കോറുകളൊന്നും കയ്യിലില്ല. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ KDAT ഒരു ഹെൽപ്ഫുൾ ഓപ്ഷൻ ആയിട്ട് എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഈ നമ്മുടെ എന്താണ് സാധനത്തിന്റെ പേര്, അതിന് മുന്നേ ഒരു വീഡിയോ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫൈൻ ആർട്സിന്റെ കോഴ്സ്, ഈ ഫൈൻ ആർട്സിന് ഇപ്പൊ കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പോലും ഫൈൻ ആർട്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സാം ഉണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫൈൻ ആർട്സിനെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പാറ്റേണും കാര്യങ്ങളും അതെപ്പോഴാണ് നടക്കുന്നത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അത് മനസ്സിലാവും. പിന്നെ വരുന്നത് ഡിസൈനിങ്ങുമായിട്ട് ചേർത്ത് പിടിക്കാൻ വരുന്നത് ആർക്കിടെക്ചറിന്റെ പരീക്ഷ, നാറ്റ. ഈ ആർക്കിടെക്ചർ നാറ്റ മാത്രമല്ല കേട്ടോ, ആർക്കിടെക്ചറിന് വേറെയും എൻട്രൻസ് പരീക്ഷകളുണ്ട്. ഒന്ന് നാറ്റയാണ് മോസ്റ്റ് പോപ്പുലർ ആൻഡ് കോമൺ എന്ന് ഞാൻ പറയും. കാരണം ഒത്തിരി അധികം യൂണിവേഴ്സിറ്റികൾക്ക് ആവശ്യം വരുന്നത് നാറ്റയുടെ സ്കോറാണ്. കാരണം ഈ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിന് നാറ്റയുടെ സ്കോർ വെച്ചിട്ടാണ് അവരുടെ ആ ഒരു ഇത് വന്നിരിക്കുന്നത്. ഈ നാറ്റ വളരെ വിചിത്രമായ ഒരു പരീക്ഷയാണ്. ഈ വീഡിയോ ഒക്കെ ആൾക്കാർ എപ്പോഴാണ് ഏത് നൂറ്റാണ്ടിലാണ് കാണുന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പോഴത്തെ പാറ്റേൺ, ഇപ്പോഴത്തെ 2025 പാറ്റേൺ അനുസരിച്ചിട്ട് ഈ പരീക്ഷ ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡിലും കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ആൻഡ് ഇതിന് വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ 11 നിന്ന് 12 കയറുമ്പോഴേ നമുക്ക് ഈ പരീക്ഷ എഴുതാം. വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് അണ്ടിൽ ദ 12th is over. അപ്പൊ 11th നിന്ന് 12th ടൈമിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന വേറെ നാഷണൽ എൻട്രൻസ് എക്സാംസ് ഇല്ല, ഒന്നുമില്ല. ഈ ഒന്നിൽ നമ്മൾ 12th തുടങ്ങിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ 11th നിന്ന് 12th പോകുന്ന ഇപ്പൊ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ നമുക്ക് 11th മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജൂണിലല്ലേ ക്ലാസ് തുടങ്ങുന്നത്. ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ വെക്കേഷൻ ആണ്. ഈ ഏപ്രിൽ മെയ്യുടെ വെക്കേഷൻ സമയത്ത് നമുക്ക് ഇത് എഴുതാം. അപ്പൊ നമ്മൾ 12th സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല, അപ്പൊ നമ്മൾ എഴുതാം. ആ സ്കോർ അടുത്ത വർഷത്തേക്ക് വാലിഡ് ആണ്, ഒരു വർഷം ഉണ്ടാവും. ഇതിന്റെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ 12th ഇതിനകത്തൊന്നും ഇല്ല. ആ 12th നോളജ് മാത്രം, 11th 12th നോളജ് മാത്രം പോരാ നമുക്ക് നാറ്റ എഴുതാനായിട്ട്. കാരണം അതിൽ അഗെയിൻ ആ ഒരു ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡാണ്, ആർക്കിടെക്ചറൽ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെയാണ് ചെക്ക് ചെയ്യപ്പെടുന്നത്. ഈ പിന്നെ നമ്മുടെ 11th 12th പഠിക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു വിഷയമുണ്ട്. അത് എല്ലാ സ്കൂളുകളിലൊന്നും ഇല്ല, വളരെ അപൂർവം സ്കൂളുകളിലുണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. ആ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ പഠിക്കുന്ന കുറെ സാധനങ്ങൾ നാറ്റയുടെ പോർഷനാണ്. അതെ, ഈ സർഫസ് കൗണ്ടിങ്, പിന്നെ ടോപ്പ് വ്യൂ, അങ്ങനത്തെ സാധനങ്ങൾ, പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങിന്റെ ബന്ധപ്പെട്ട് ഇതിൽ ഡ്രോയിങ് ഒക്കെ ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്ന്. രണ്ടെന്ന് പറയുന്നത് ലോജിക്കൽ ഇത് വരുന്ന മാത്സ് അതുപോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് പോർഷൻസും ഒക്കെ വരുന്ന നാറ്റ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ശരിക്കും ഒരു ഡിസൈൻ താല്പര്യമുള്ള ഒരു കുട്ടി എന്ന് പറയില്ലേ, ഞാനൊക്കെ ഒരു വട്ടം വരച്ച 10 പ്രാവശ്യം എഴുതണം, ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു സർക്കിൾ ആണെന്നുള്ളത് ആരെങ്കിലും ഒരാൾ സംഭവിച്ചു തരണമെങ്കിൽ. അങ്ങനെയുള്ള ഞാനൊക്കെ എഴുതിയിട്ട് ഒരു കഥയില്ല. പക്ഷെ ചില പിള്ളേർക്ക് എന്ത് സൂപ്പറാന്നറിയോ, ലൈക്ക് അവർ ഭയങ്കര ആ ഒരു സെൻസ് ഉണ്ട്, ഡ്രോയിങ് സെൻസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമല്ല, എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമാണ്. ഇപ്പൊ ചിലപ്പോ നമ്മൾ ഈ ചില കളർ കോമ്പിനേഷൻസ് തന്നെ പറയില്ലേ, നമ്മള് ആ ഒരു കെട്ടിടത്തിനകത്ത് ഇന്നൊരു സാധനം വന്നു കഴിഞ്ഞാൽ അത് ഭംഗിയായിരിക്കും, ആ സൈഡിൽ ആ ഫ്ലവർ വാസ് വരണം, അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു പ്ലെയിൻ സാധനത്തിൽ നിന്ന് ഒരു സാധനം ചിന്തിച്ചെടുക്കാനുള്ള ശേഷിയൊക്കെ. അതെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നാറ്റ ഒരു ഡിസൈനിങ്ങിന്റെ ഇതില് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട്. പിന്നെ സബ്ജക്ട് എലിജിബിലിറ്റി PCM മസ്റ്റ് ആയിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വേണം. അത് 2020 വരെ മാത്സ് മാത്രം മതിയായിരുന്നു. അപ്പൊ ഈ കോമേഴ്സ് പഠിക്കുന്ന കുട്ടികളില്ല മാത്സ് വെച്ചിട്ട് അവർക്കും അത് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പം സയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇന്ത്യയിൽ ആർക്കിടെക്ചർ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് JEE പേപ്പർ 2. JEE നമ്മൾ നേരത്തെ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി പറഞ്ഞതുകൊണ്ട് ഞാൻ പേപ്പർ 1 മാത്രമേ അവിടെ സംസാരിച്ചിരുന്നുള്ളൂ. ഇതിന് വേറൊരു സാധനം കിടപ്പുണ്ട്, അത് പേപ്പർ 2 ആണ്. ഈ പേപ്പർ 2 സ്പെസിഫിക്കലി ഫോർ 2 കോഴ്സസ്. ഒന്ന് ആർക്കിടെക്ചർ, രണ്ടാമത്തേന്ന് പറയുന്നത് ബി പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അപ്പൊ ഈ JEE പേപ്പർ 2 ശരിക്കും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ആർക്കിടെക്ചർ കോഴ്സിന് വേണ്ടിയുള്ള എക്സാമും രണ്ടാമത്തത് ബി പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ളതുമാണ്. അതിൽ ഈ ആർക്കിടെക്ചർ ഇത് എഗെയിൻ ആ JEE പേപ്പർ 2 എഴുതിയാൽ IIT ആർക്കിടെക്ചറിന് അഡ്മിഷൻ കിട്ടില്ല. അത് പലരുടെയും തെറ്റിദ്ധാരണയാണ്. IIT ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്, പക്ഷേ
അത് വളരെ കുറവ് നമ്പർ ഓഫ് സീറ്റും വളരെ കുറവ് നമ്പർ ഓഫ് സ്ഥാപനങ്ങളിലും അതുള്ളൂ. അതിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആദ്യം JEE പേപ്പർ 1 ക്ലിയർ ചെയ്യണം. അതിൽ മെയിനും അഡ്വാൻസ്ഡും ക്ലിയർ ചെയ്തിട്ട് എന്നിട്ട് അടുത്തൊരു ഐറ്റം കൂടി എഴുതണം. അതിന്റെ പേര് AAT എന്നാണ്, ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് ഭയങ്കര ഒരു വളഞ്ഞു പിടിച്ച് പിടിക്കണ ഒരു പരിപാടിയാണ്. പക്ഷെ അത്രയും ഒരു ആർക്കിടെക്ചർ എബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് IIT-യിൽ കയറാനുള്ള ഒരു വകുപ്പ് അതാണ്. ഈ JEE പേപ്പർ 2 എഴുതി നമുക്ക് കയറാൻ പറ്റുന്നത് അതിലെ ഏറ്റവും പ്രീമിയം സ്ഥാപനം എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയും, SPA ഒരു സംഭവമാണ്. അപ്പോൾ SPA ഡൽഹി ഈസ് വെരി പോപ്പുലർ. അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കയറാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് ഈ JEE-യുടെ പേപ്പർ 2 ആണ്. അപ്പൊ അതും ഒരു സോർട്ട് ഓഫ് ഡിസൈനിങ് ഇതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞതിനകത്ത് കോമേഴ്സുകാരെ ഏതൊക്കെ നമ്മൾ പറഞ്ഞു, മറ്റേ ഡിസൈനിങ്ങിന്റെ സംഭവങ്ങൾ അതെല്ലാം കോമേഴ്സുകാർക്ക് പറ്റുന്നതാണ്. ആദ്യം പറഞ്ഞ എഞ്ചിനീയറിംഗിൻ്റെത്, പിന്നെ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ തന്നെ BBA-യുടെ കോഴ്സ്, അതൊക്കെ ഇവർക്കും പറ്റും. കോമേഴ്സ് ഹ്യൂമാനിറ്റീസുകാർക്ക് പറ്റും. പിന്നെ നാറ്റ പറ്റത്തില്ല. ഇനി അടുത്ത സാധനം പോരട്ടെ. ഓക്കെ, അടുത്തതിന് ലോയിലേക്ക് വന്ന ലോയിലേക്ക് വരാം. ലോയിലേക്ക് അത് കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഒരു പ്രശ്നമില്ല. എനി സ്ട്രീം ആണ് ലോ. പക്ഷേ ലോയില് ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോയില് മെയിൻ ആയിട്ട് വരുന്ന നാഷണൽ ലെവൽ എൻട്രൻസ് പരീക്ഷ എന്ന് പറയുന്നത് ക്ലാറ്റ് ആണ്, CLAT എന്ന് പറയും. ഈ ക്ലാറ്റ് പിന്നെ അതല്ല, അത് നമുക്ക് പറയാൻ പറ്റുന്നത് AILET LSAT ഒക്കെയാണ്. ബട്ട് ലൈക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ക്ലാറ്റ്. ഈ ക്ലാറ്റിന്റെ പരീക്ഷ പലപ്പോഴും കുട്ടികൾ മിസ് ചെയ്തു പോകുന്ന ഒരു പരീക്ഷയാണ്. കാരണം ഇത് എഗെയിൻ ബോർഡ്സിന് വളരെ മുമ്പ് നടക്കുന്ന പരീക്ഷയാണ്. ഡിസംബർ മാസത്തിലാണ് ഈ പരീക്ഷ നടക്കുക. ഓക്കെ, അപ്പൊ ഡിസംബറിൽ പരീക്ഷയാണെങ്കിൽ ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേന് ആപ്ലിക്കേഷൻ. ഒക്ടോബർ നവംബർ ഒന്നും അല്ല, ഒക്ടോബർ നവംബർ ആകുമ്പോൾ ആപ്ലിക്കേഷൻ എഴുതി. പക്ഷേ ആപ്ലിക്കേഷൻ കോൾ ഫോർ ആവുന്നത് അതിലും വളരെ മുമ്പാണ്. അതായത് ജൂലൈ ഓഗസ്റ്റിൽ കോൾ ഫോർ ആവും ഈ എക്സാം. ഒരുപാട് നേരത്തെയാണ്. ഇപ്പൊ അതിന്റെ ഇത് ഈ വർഷത്തേക്കുള്ളത് 2025 ഇപ്പൊ കോൾ ഫോർ ആയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഔട്ട് ആവുമ്പോഴത്തേനും അതിന് മുന്നേ തന്നെ നമ്മുടെ ഷോർട്സ് പോയിട്ടുണ്ടാവും വെളിയിൽ. അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഡിസംബറിൽ എക്സാം നടക്കും. ക്ലാറ്റ് എനി ഇതാണ്, സയൻസ്, കോമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ്. പക്ഷേ ക്ലാറ്റ് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാം ആണ്. ക്ലാറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിനെ ബേസ് ചെയ്തിട്ടാണ് താഴെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ലഡു പൊട്ടും. കാരണം എന്താണ്, എന്തെളുപ്പല്ലേ വായിച്ചു നോക്കിയിട്ട്. പക്ഷേ ആ തന്നിരിക്കുന്ന പാസേജും താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തമ്മിൽ ഒരു ബന്ധവും ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ തന്നെ വിചാരിക്കുന്നത് ഞാൻ ഈ പറയുന്ന പാസേജ് വായിച്ചിട്ട് എന്തിനാണ് ഇത്ര സമയം കളഞ്ഞതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അതിനകത്ത് അത്രയും സബ്ജക്ട് ഓറിയന്റഡ് അല്ലേ മാം? സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൃത്യമായിട്ട് അവര് ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ് എന്നും ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്നും ഒക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഇത്ര ക്വസ്റ്റ്യൻസ് ഇന്ന കാറ്റഗറി. പക്ഷെ അതിൽ ഓരോ ക്വസ്റ്റ്യനും ഈ പറയുന്ന ഒരു പാറ്റേണിലാണ് കിടക്കുന്നത്. ഇനി ഇതിനെ ഏറ്റവും ട്രിക്കി ആക്കുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ ടൈം മാനേജ്മെന്റ് ആണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഈ പാസേജ് മുഴുവൻ വായിച്ചു പോലും തീരില്ല ഇവർ തന്നിരിക്കുന്ന സമയം കൊണ്ട്. അതുകൊണ്ട് ക്ലാറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ്. ഓടിച്ചെന്നങ്ങ് എഴുതിയാൽ മതി എന്ന ആറ്റിറ്റ്യൂഡിൽ ആരും പോകരുത്. എല്ലാ പരീക്ഷയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോവാൻ. അത് കോച്ചിങ്ങിന് പോയി പ്രിപ്പയർ ചെയ്യുന്നോ, സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്നോ, യൂട്യൂബ് നോക്കി പ്രിപ്പയർ ചെയ്യുന്നോ എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എനഫ് ഓഫ് മോക്ക് ടെസ്റ്റുകളും എഴുതിയിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനെ ഒരു ഡിഫറെന്റ് മോഡൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ ക്ലാറ്റ് എന്ന് പറയുന്നത്. കേരളത്തിലും അഡ്മിഷൻ കിട്ടത്തില്ല? കേരളത്തില് നമുക്ക് ന്യൂവൽസിൽ അഡ്മിഷന് ക്ലാറ്റ് വേണം. പിന്നെ കേരളത്തിലുള്ള ബാക്കി ലോ കോളേജുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കേരളത്തിന് വേറൊരു പരീക്ഷയുണ്ട്. അതിന്റെ പേര് CLEE എന്നാണ്. KLEE, CLEE. കേരളത്തിന്റെ ലോ എൻട്രൻസ് എക്സാം ആണിത്. അപ്പൊ ആ കേരളത്തിന്റെ ലോ എൻട്രൻസ് എക്സാം നമ്മുടെ ബോർഡ്സിന് മുന്നേ ഒന്നും അല്ല നടക്കുന്നത്, അതിന് ശേഷമാണ് നടക്കുന്നത്. ആരാംസെ യു ഹാവ് ടൈം ഫോർ ദാറ്റ്. ക്ലാറ്റ് എഴുതിയാൽ ഈ CLEE കൂടെ നമ്മൾ എഴുതേണ്ടി വരും കേരളത്തിൽ കിട്ടണമെങ്കിൽ. കേരളത്തിൽ കിട്ടാൻ വേണ്ടി ക്ലാറ്റ് വേണ്ട. കേരളത്തിലെ മാത്രമുള്ള ഈ പറയുന്ന ലോ സ്ഥാപനങ്ങളിലാണ് നമ്മൾ നോക്കുന്നത്. അതായത് നാഷണൽ ഇതിൽ വരുന്ന ന്യൂവൽസ് മാത്രമേ നമുക്കുള്ളൂ. അത് കൊച്ചിയിലാണുള്ളത്. ബാക്കി ഇപ്പൊ നമ്മൾ വരുന്ന ലോ കോളേജുകളിലൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് സീറ്റുകൾ എന്ന് പറയുന്നത് CLEE എന്ന് പറയുന്ന എക്സാം ത്രൂ ആണ് റൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും ഈ പറയുന്ന സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതാണ് ലോ. അപ്പൊ അതാണ് ലോ. എല്ലാ സയൻസുകാർക്കും കോമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും ഉള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഡിഫൻസിലോ മിലിറ്ററിയിലോ അങ്ങനെയൊക്കെ കയറണമെങ്കിൽ പഠിക്കണമെങ്കിൽ എൻട്രൻസ് ഉണ്ടോ? അതുണ്ട്. അത് വന്നിട്ട് ഏറ്റവും കോമൺ സാധനം NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ പരീക്ഷ.
നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ പരീക്ഷ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നടക്കും. അതെയോ? അതിൽ ഒന്നെന്ന് പറയുന്നത് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും രണ്ടാമത്തേത് ഏപ്രിൽ മാസത്തിലും ആയിട്ടാണ്. 12th കംപ്ലീറ്റ് ചെയ്തിട്ടാണോ അതിന് മുന്നേ ആണോ? അത് ഒരു വയസ്സിന്റെ ട്രിക്കിനെസ് അതിനകത്ത് കിടപ്പുണ്ട്. അത് കൃത്യമായിട്ടൊരു ഏജ് ഇതുണ്ട് അതിനകത്ത് പറയുന്നത്. ആ ഏജ് നമ്മൾ ആ പറയുന്ന പരീക്ഷ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 12th ബോർഡ് എക്സാമിന് മുമ്പുള്ള അറ്റംപ്റ്റ് നമുക്ക് ഒരു പ്രാവശ്യം എഴുതാൻ പറ്റും. പക്ഷെ അത് കറക്റ്റ് ആയിരിക്കണം. അല്ല എങ്കിൽ നമ്മൾ ആ 12th കഴിഞ്ഞ് വരുന്ന ഏപ്രിൽ നടക്കുന്ന പരീക്ഷയിലാണ് നമുക്ക് ഫസ്റ്റ് അത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നത്. NDA പണ്ട് ആൺകുട്ടികൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പം NDAയുടെ എക്സാം പെൺകുട്ടികൾക്കും എഴുതാം. സീറ്റിന്റെ എണ്ണം വളരെ കുറവ് സീറ്റ് മാത്രമേ പെൺകുട്ടികൾക്ക് ഉള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പെൺകുട്ടികൾക്ക് ഉണ്ടല്ലോ എന്ന് നമുക്ക് അവിടെ ആശ്വസിക്കാം. ഈ NDAയുടെ പരീക്ഷയൊക്കെ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ല പ്രിപ്പറേഷൻ ആവശ്യമാണ്. കാരണം ഇതൊക്കെ കേരളത്തിനേക്കാളും നോർത്തിലെ പിള്ളേരുണ്ടല്ലോ, നമ്മള് ജനിച്ചു വീഴുമ്പോൾ മുതൽ NDAക്ക് വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന പോലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നോർത്തിൽ നടക്കാറുണ്ട്. അതൊക്കെ ഞാൻ നോർത്തിൽ പലപ്പോഴും പോകുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ സൗത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വളരെ കുറവാണ്. അതത്ര ഒരു അവയർനെസ് കിട്ടാത്ത അവയർനെസ് ഒരു വിഷയം തന്നെയാണ്. അത്ര ഒരു പിന്നെ വേറൊന്നത് ഈ നോർത്തിലുള്ളതുപോലെ ആളുകൾ ഈ ഡിഫൻസിൽ ചേരണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം സൗത്തിൽ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ കരിയർ ഗൈഡൻസിന് വരുന്ന കുട്ടികളിൽ എത്ര പേര് നമ്മളുടെ അടുത്ത് ഡിഫൻസ് ചേരണം എന്ന് പറഞ്ഞിട്ടുണ്ട്? വളരെ കുറച്ച് നമ്പറാണ്. പിന്നെ ഈ സൈനിക സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, ആ സൈനിക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും NDA എഴുതണം. അപ്പം അതിൽ നിന്നൊരു നല്ല നമ്പർ കയറിപ്പോ. അപ്പൊ അങ്ങനെ NDAയുടെ ഒരു പരീക്ഷയുണ്ട്. ഇതിൽ നേവിക്കും എയർഫോഴ്സിനും സയൻസ് ബാക്ക്ഗ്രൗണ്ട് നിർബന്ധം മസ്റ്റാണ്. PCM വേണം. പക്ഷേ ആർമിക്ക് കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. പക്ഷെ എഗെയിൻ അതിനകത്തൊരു ഗുരുക്കുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചതെങ്കിലും നമ്മൾ എഴുതുന്ന NDAയുടെ പേപ്പറിൽ ഒരു മാത്സിന്റെ പേപ്പർ കിടപ്പുണ്ട്. ആ മാത്സ് നോട്ടിഫിക്കേഷൻ വായിച്ചു കഴിഞ്ഞാൽ അതിൽ എഴുതിയിരിക്കുന്നത് 10th വരെയുള്ള മാത്സ് നന്നായിട്ട് അറിയുന്ന കുട്ടിക്ക് അത് ക്രാക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതൊന്ന് ക്വസ്റ്റ്യൻ എടുത്തൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതൊക്കെ കുറച്ചും കൂടെ ഒരു ഇത് വേണ്ടുന്ന തരത്തിലുള്ളൊരു മാത്സ് ആണ് അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത്. അപ്പോൾ ആർമിയെങ്കിലും ലക്ഷ്യമിട്ടുകൊണ്ട് പിന്നെ NDA എന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സയൻസ് എടുത്തില്ലെങ്കിൽ, കാരണം സയൻസ് നിർബന്ധമല്ല, പക്ഷേ പ്ലീസ് ഡോണ്ട് അവോയ്ഡ് മാത്സ് ഫോർ 11th and 12th. കാരണം അത് നിങ്ങൾക്ക് ആ പേപ്പർ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾ അത് എഴുതിയിട്ടില്ല എങ്കിൽ. ഇപ്പൊ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും മാത്ത് ഉണ്ടെങ്കിൽ കുറച്ച് ഹെൽപ്ഫുൾ ആണ് ആ എക്സാമിന്. പക്ഷെ ലീഗലി നമ്മൾ എലിജിബിലിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ പ്രോബ്ലം. അത് നമ്മുടെ പല കോഴ്സുകൾക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. ചില കോഴ്സുകൾക്ക് എലിജിബിലിറ്റി വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേനും ചില വിഷയങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ആ കോഴ്സിലേക്ക് ശരിക്കും എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ബേസ് നമുക്ക് നേരത്തെ ഇല്ലാതിരുന്നത് കൊണ്ട് എന്തോരം ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പിന്നെ ഈ NDA കൂടാതെ തന്നെ ഡിഫൻസിലേക്ക് കയറാൻ വേറെ പല വഴികളും ഉണ്ട്. ഇപ്പൊ ഈ അഗ്നിവീർ എന്ന് പറയുന്ന ഒരു സ്കീമില്ലേ, അതെ, അങ്ങനത്തെ സ്കീമുകളിൽ അപ്പൊ അതൊന്നും ഓഫീസർ കാറ്റഗറി അല്ല, അത് ആലോചിച്ചോണം. അങ്ങനത്തെ കാറ്റഗറിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ. പിന്നെ ഈ ടെക്നിക്കൽ എൻട്രി സ്കീം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഡിഫൻസിലേക്ക് തന്നെയാണ്. പക്ഷെ അതിനാവശ്യം JEയുടെ സ്കോറാണ്. വേണം. അപ്പൊ അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. ആ സ്കോറുകൾ ഉപയോഗിച്ച് നമുക്ക് കയറാൻ പറ്റുന്ന ഡിഫൻസിലോട്ടുള്ള എൻട്രി. അപ്പൊ എഞ്ചിനീയറിംഗ് അല്ലെങ്കിലും വേറെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ മാം, ആദ്യം ഒരു CUET പറഞ്ഞൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഇന്ന് CUET-നെ കുറിച്ച് പറഞ്ഞില്ല. CUET പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മെഡിക്കൽ നമുക്ക് പറയാം, എന്നിട്ട് ലാസ്റ്റ് CUET-ലേക്ക് എത്താം. മെഡിക്കല് പ്രധാനം നീറ്റ്. അത് നീറ്റ് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന പരീക്ഷയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് നീറ്റിൽ ചോദിക്കാൻ പോകുന്നത്. നീറ്റിന്റെ പരീക്ഷ നടക്കുന്നത് മെയ് മാസത്തിലാണ്. JEE പോലെ കുറെ പ്രാവശ്യം നടക്കുന്ന പരീക്ഷ അല്ല ഇത്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നടക്കാറുള്ളൂ. ആ നടക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടായി എപ്പോഴും അടിയുണ്ടാവുന്ന ഒരു പരീക്ഷയാണ് സാധാരണഗതിയിൽ നീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ 11th 12th ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിർബന്ധം. കാരണം ആ അടിസ്ഥാന വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഡോക്ടർ ആവുക എന്നൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നീറ്റിന്റെ സ്കോർ ഇല്ലാണ്ട് എബ്രോഡ് പോയി പോലും നിങ്ങൾ MBBS പഠിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. എബ്രോഡാണ് പഠിക്കുന്നതെങ്കിൽ നീറ്റ് നമ്മൾ എഴുതണം. എബ്രോഡ് പഠിക്കുന്നതിന് നീറ്റ് എഴുതേണ്ടത് എബ്രോഡുള്ള കൺട്രിയുടെ റിക്വയർമെന്റ് അല്ല.
തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നീറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ഇവിടുത്തെ FMG, അത് ഇനി ഇനിയുള്ള വർഷങ്ങളിൽ നെക്സ്റ്റ് എന്ന രീതിയിലാണ് ആ പരീക്ഷയുടെ പേര് മാറാൻ പോകുന്നത്, പാറ്റേണും മാറുകയാണ്. ആ പരീക്ഷ എഴുതണമെങ്കിൽ നമുക്ക് നീറ്റ് സ്കോർ ഉണ്ടാവണം. ജസ്റ്റ് നമ്മൾ ക്ലിയർ ക്വാളിഫൈ ആകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഫോറിനിൽ പോയി MBBS പഠിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് വന്ന് അതിന്റെ അടുത്ത വർഷം നീറ്റ് എഴുതിയിട്ട് പോവാന്ന് വിചാരിക്കണ്ട. പുറത്ത് പോയി MBBS പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതാണ് അതിന്റെ റൂള്. ഓക്കെ. അപ്പം അത് നീറ്റാണ്. മെയ് മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത്. അതിന്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ഇത് വരുന്നത്. അടുത്ത വർഷം മുതൽ BPT, അതായത് ഫിസിയോതെറാപ്പി കോഴ്സിനും നീറ്റ് മാൻഡേറ്ററി ആണ്. നീറ്റിന്റെ സ്കോർ മാൻഡേറ്ററി ആവുന്നുണ്ട്. പിന്നെ നാഷണൽ ലെവൽ മെഡിക്കൽ എന്ന് പറയാനായിട്ട് എയിംസിന്റെ BSc നഴ്സിംഗ് ഒരു ഇത് വരും. അത് ഏകദേശം ജൂൺ മാസത്തിലാണ് അതിന്റെ പരീക്ഷ നടക്കുക. പിന്നെ നിംഹാൻസ് ഉണ്ട്. നിംഹാൻസിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് പരീക്ഷ നടക്കും. അപ്പൊ ഇതൊക്കെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങളാണ്. മേജറായിട്ടും സയൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് വേണ്ടത്. ഈ പണ്ട് ഈ നീറ്റ് യൂണിഫൈ ചെയ്യുന്നതിന് മുമ്പ് ജിപ്മറിന് പ്രത്യേകിച്ച് പരീക്ഷ ഉണ്ടായിരുന്നു. അത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനമാണ് ജിപ്മർ. അതുപോലെ ഈ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് AFMCക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതെല്ലാം നീറ്റാണ്. പക്ഷെ AFMCക്ക് ഇപ്പോഴും നീറ്റിന് ശേഷം AFMCയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അവരുടെ ഒരു ടെസ്റ്റ് കൂടെ നമ്മൾ ക്ലിയർ ചെയ്യണം. എന്നാലും പക്ഷെ മെയിൻ സാധനം നീറ്റിന്റെ സ്കോറാണ്. അപ്പൊ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോർ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടി എപ്പോഴും നീറ്റ് കൂടി എഴുതുക എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മുടെ യൂട്യൂബിൽ എപ്പോഴും വരുന്ന കമന്റ് ആണ് മിലിറ്ററി നഴ്സിംഗിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ അതിലേക്ക് കയറുക എന്നുള്ളത്. അപ്പം ഇത് ഓരോ സാധനത്തിനും ഇപ്പൊ മിലിറ്ററി നഴ്സിംഗ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സംഭവമാണ്. AFMCയിലൂടെ നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആവുന്ന പരിപാടിയാണ്. അപ്പൊ ആ ഡോക്ടർ ആവുക എന്ന് പറയുന്ന സാധനത്തിനാണ് നമ്മൾ ആ AFMCയുടെ റൂട്ട് എടുത്തിട്ട് പോവുകയാണെങ്കിൽ നീറ്റ് എഴുതി അവരുടെ പോർട്ടലിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്ത് അവരുടെ അടുത്ത ഇന്റർവ്യൂ നമ്മൾ ക്ലിയർ ചെയ്ത് ആ റൂട്ട് പിടിച്ച് വേണം നമ്മൾ പോവാൻ. ഇതിനും മാം എപ്പോഴും പറയുന്നത് പോലെ നീറ്റ് മാത്രം എഴുതി ഇവിടെ നിൽക്കുകയല്ലേ ചെയ്യേണ്ടേ, ഓരോന്നിനും പല വെബ്സൈറ്റുകളിലും അപ്ലൈ ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് കാര്യം. കാരണം പലപ്പോഴും നമ്മൾ ചില പരീക്ഷകൾ എഴുതിയിട്ട് ആ പരീക്ഷ എഴുതി സ്കോർ വന്നു, നമ്മൾ നല്ല സ്കോർ ഉണ്ട്, ഇനി ആരോ വന്ന് നമ്മളെ വിളിച്ചെടുത്ത് എവിടെയോ കൊണ്ടുവന്ന് അഡ്മിഷൻ തരുമെന്ന് വിചാരിക്കും. ആരും കൊണ്ടുപോകാൻ പോണില്ല. ഇതൊക്കെ സമയത്തും കാലത്തും അന്വേഷിക്കണം. നമ്മൾ അതനുസരിച്ച് അതാത് ഇതിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അഡ്മിഷന്റെ ആ ഒരു അലൊക്കേഷൻ പ്രോസസ്സിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. ഇപ്പൊ കറക്റ്റ് സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ. നമ്മള് CUET അല്ലാതെ വേറെ വല്ലതും വിട്ടുപോയിട്ടുണ്ടോ? ബാക്കി ഒരു വിധം എല്ലാ സാധനങ്ങളും കവർ ചെയ്തില്ലേ? അതെ. ഇനി CUET അഗെയിൻ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എല്ലാവർക്കും എഴുതാം, ആർക്ക് വേണമെങ്കിലും എഴുതാം. പക്ഷെ ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എന്ത് കോഴ്സാണ് എടുക്കാൻ പോകുന്നത് അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻ CUETയുടെ എക്സാമിൽ ചൂസ് ചെയ്യണം. CUET ഈ കൂട്ടത്തിൽ ഏറ്റവും വിചിത്രമായ ഒരു എൻട്രൻസ് പരീക്ഷയാണ്. കാരണം ഇപ്പം JEEക്ക് എന്ത് ചോദിക്കും? PCM. നീറ്റിന് എന്ത് ചോദിക്കും? PCB. പക്ഷേ CUETക്ക് എന്ത് ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 100 ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കണം. ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് കോഴ്സിനാണ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ പിക്ക് ചൂസ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ഏകദേശം 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഈ 2025 മാർച്ച് മാസത്തിൽ നമ്മൾ, അതായത് 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് ആ വീഡിയോ തന്നെ നിങ്ങൾ കാണണം. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിനെ ഷെയർ ചെയ്തിട്ട് തന്നെ നമ്മൾ ലൈവായി ചെയ്തിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. അതങ്ങനെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അത് കുറച്ച് കൺഫ്യൂസ് ചെയ്യും നമ്മളെ, അത് എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതൊക്കെ. ആദ്യം നമ്മൾ യൂണിവേഴ്സിറ്റി ഐഡന്റിഫൈ ചെയ്യണം. ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉണ്ടോ എന്ന് നോക്കണം, ആ കോഴ്സിന് ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത്. നോർമലി കോഴ്സുകൾക്ക് ഉള്ള സബ്ജക്ട് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ യൂണിവേഴ്സിറ്റിയും കൂടെ ഏതാന്ന് നോക്കിയിട്ട് വേണം CUETക്ക് കൊടുക്കാം. അതിൽ വേറൊരു കളിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് നോട്ടിഫിക്കേഷൻ സാധാരണ വരുന്നത് മാർച്ചിൽ നമ്മുടെ പിള്ളേരുടെ ബോർഡ് എക്സാം ആണ്. ഈ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ സാധനം തപ്പിപ്പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ്. അതായത് നമ്മുടെ ഒരു സാധനത്തിലേക്ക് മനസ്സ് ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ ഈ പരിപാടി ചെയ്യണം. എന്നാൽ ഇത് ഞാൻ പിന്നെ ചെയ്തോളാം എന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെ ടൈം അങ്ങ് കഴിഞ്ഞു പോവുകയും ചെയ്യും.
അപ്പൊ അതുകൊണ്ട് ഈ അടുത്ത വർഷങ്ങളിലൊക്കെ CUET എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങൾ അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കരുത്. അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു രീതി റിവാസ് എന്താണെന്നുള്ളതെങ്കിലും മനസ്സിലാക്കി ഇപ്പോഴേ നിങ്ങൾ നോക്കണം. അത് നോക്കാൻ മുന്നത്തെ വർഷത്തെ വീഡിയോ നോക്കിയാൽ മതി. അതിന് ഏറ്റവും എനിക്ക് പറയാനുള്ളത് ഈ 2025 മാർച്ചിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ഡീറ്റെയിൽഡ് ആണത്. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ദയവ് ചെയ്ത് കമന്റിൽ വന്നിട്ട് എനിക്ക് ഇന്ന കോഴ്സ് പഠിക്കാൻ CUET-യിൽ ഏതൊക്കെ വിഷയം എഴുതണമെന്ന് ചോദിക്കരുത്. ഇത് ഞാൻ 2-3 പ്രാവശ്യം ആ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ വീഡിയോന്റെ താഴെ വന്നിട്ട് ചോദിക്കും ഇതിന് എന്ത് സബ്ജക്ട് എടുക്കണം എന്നുള്ളത്. ആ വീഡിയോന്റെ താഴെ തന്നെ കമന്റിന് ആൻസർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ദയവേത് ആ വീഡിയോ കാണുമെന്നുള്ളത്. അപ്പം ഇത് ഒരു പ്രശ്നമാണ് ആക്ച്വലി. അതായത് ഒന്നും തനിയെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല, മെനക്കെടാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ വെച്ചാണ് കളിക്കുന്നതെന്നുള്ളത് ഓർമ്മ വേണം. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ഇടേണ്ട ഒരു എഫേർട്ടും ടൈമും ഉണ്ട്. പാരൻസ്, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസ്, അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന കുട്ടികൾക്ക് ഒരു ഇനഫ് ഓഫ് ക്ലാരിറ്റി ഈ കാര്യത്തിൽ. അവർ കൊച്ചാണ്, അപ്പം നേരത്തെ കൂട്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നിങ്ങളിത് വലുതും പഠിക്കണം, നിങ്ങൾക്കിത് മനസ്സിലാവണം. ഇത് മനസ്സിലാവാൻ നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പൈസ കൊടുത്തിട്ട് നമ്മളെ പോലുള്ള കരിയർ എക്സ്പേർട്ടിനെ കാണണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബിലിട്ടുണ്ട്. ഇതൊന്നും രഹസ്യ വിവരങ്ങളൊന്നുമല്ല. എന്നാൽ ഞാൻ ആർക്കും പറഞ്ഞു തരുമല്ലോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടിയിട്ട് നമ്മൾ ആരും ഇവിടെ ഇരിക്കുന്നില്ല. പറ്റുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇൻഡിവിജ്വലിന് ഏറ്റവും നല്ലത് എന്താണ് എന്ന ചോദ്യം ഒരിക്കലും ഒരു ജനറിക് ആൻസർ അല്ല. അത് നമുക്ക് പ്രോപ്പർ കരിയർ ഗൈഡൻസിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്കില്ലും ഇൻട്രസ്റ്റ് എല്ലാം ഡിഫറെന്റ് ആണ് അല്ലേ. പക്ഷെ ഇപ്പോൾ ഒരു എൻട്രൻസ് പരീക്ഷയുടെ എലിജിബിലിറ്റി എന്താണ്, അത് എപ്പോഴെഴുതണം, എങ്ങനെ എഴുതണം, ഇതൊന്നും രഹസ്യ ഇൻഫർമേഷനുകളൊന്നുമല്ല. ഞങ്ങൾ ആരും ഇത് പിടിച്ചു വെച്ചിട്ടുമില്ല. ഇതൊക്കെ തലങ്ങും വിലങ്ങും പല രീതിയിൽ നമ്മൾ വീഡിയോ ആയിട്ട് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ദാറ്റ് വളരെ എന്താ പറയുക മെറിറ്റ് സീറ്റുകൾ കിട്ടി വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ആ ഇൻഫർമേഷനെ കുറിച്ചിട്ടുള്ള അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രം അത് കിട്ടാതെ പോകുന്നതെന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും കൂടെ ഒരു എഫർട്ട് വേണം എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം, വളരെ അപ്ഡേറ്റഡ് ആയിരിക്കണം. യെസ്. അപ്പം മാം ഓൾമോസ്റ്റ് ഒട്ടുമിക്ക എൻട്രൻസ് എക്സാമുകളെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു. യെസ്. ഇതില് ജനറിക് ആയിട്ട് പറയാനായിട്ട് ഈ എൻട്രൻസ് പരീക്ഷകളുടെ ആപ്ലിക്കേഷന്റെ സമയത്ത് പലപ്പോഴും കുട്ടികൾ അക്ഷയ സെന്റേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ അക്ഷയ സെന്റേഴ്സിൽ ഇരിക്കുന്ന എല്ലാവരും ഭയങ്കര ഈ കാര്യങ്ങളെ കുറിച്ച് വിവരമുള്ളവരായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷ നടന്ന സമയത്ത് തന്നെ ഒരു അബദ്ധം മലയാളി കുട്ടിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിനടുത്താണ് സംഭവിച്ചത്. ഓക്കെ, ഇതിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അക്ഷയെ കൊണ്ടിട്ട് ഡീറ്റെയിൽസ് കൊടുത്തു, അവർക്ക് പൈസയും കൊടുത്തു, അവര് ഇത് ചെയ്തു. പക്ഷെ സത്യത്തിൽ ആ സ്ത്രീ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ എന്തോ പ്രശ്നം സംഭവിച്ചു. അപ്പോൾ ഇത് ഹോൾ ടിക്കറ്റ് വരാതായപ്പോഴത്തേന് ഇവരൊരു കള്ള ഹോൾ ടിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. അവിടെ ചെന്ന് പിടിച്ചു, ആകെ പ്രശ്നമായി. ബാക്കിലോട്ട് അന്വേഷിച്ച് വന്നപ്പോഴത്തേന് സംഭവം ഇതാണ്. അപ്പോൾ നിങ്ങളൊരു അക്ഷയയിൽ കൊണ്ടുപോയിട്ട് ഒരു അക്ഷയയുടെ ചേച്ചിയുടെ കയ്യിലോ ചേട്ടന്റെ കയ്യിലോ ഇത് കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കുന്നത് നിങ്ങളുടെ ഭാവിയാണ്. അപ്പൊ അവരെല്ലാം ചെയ്തോളും. എന്റെ റെസ്പോൺസിബിലിറ്റി അല്ല അത് ടു ഗോ ത്രൂ ഇറ്റ് ആൻഡ് കൺഫേം ദാറ്റ് ഇത് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ചിന്ത തെറ്റാണ്. കാരണം ഇപ്പം ആ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പ്രശ്നത്തിൽ തന്നെ ഇത് ബാക്കിൽ പോയി ആ ലേഡി ചെയ്ത് തെറ്റാന്ന് കണ്ടുപിടിച്ചുവെങ്കിലും ഭാവി പോയതാരുടേതാണ്? കുട്ടിയുടെ. ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടി നീറ്റ് ഒന്നുകൂടെ അവർ നടത്തുമോ? അത് ഒരു വർഷം അതിന് വേസ്റ്റ് ആയത് തന്നെയാണ്. അപ്പൊ ഏത് പരീക്ഷയായാലും ഏത് ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ആയാലും നമുക്ക് ഇതുപോലുള്ള സൗകര്യങ്ങൾ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ്. പ്ലീസ് യൂട്ടിലൈസ് ഇറ്റ്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ ഭയങ്കര സൂപ്പർ ട്രെയിൻഡ് ആൾക്കാരല്ല. വിച്ച് ഇസ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ് ടു സേ, ബട്ട് അല്ല. അപ്പം അവർക്ക് കയ്യിൽ നിങ്ങളിത് മുഴുവൻ ഏൽപ്പിച്ച് പൈസയും കൊടുത്ത് അവർ ഫുള്ള് ചെയ്തോളും. ദിസ് ഇസ് നോട്ട് മൈ റെസ്പോൺസിബിലിറ്റി. ഞാൻ എൻ്റെ ആധാർ കാർഡ് തന്നു, നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നു അത് തന്നു, ഇനി നിങ്ങളെ പാടായി എന്ന് പറയുന്ന ഒരു അപ്രോച്ച് നിങ്ങൾ എടുക്കാനേ പാടില്ല. നിങ്ങളുടെ ഭാവി വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. ആ കാര്യം ശ്രദ്ധിക്കണം.
പിന്നെ വേറൊന്ന് ഈ ആധാർ കാർഡിലെ പേര്, നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിന്റെ പേര്, ഇതൊക്കെ പലപ്പോഴും 2 പേരായിട്ടൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനമ്മ പേരുകളിലെ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം ഒരു കുമാരിയോ കുമാറോ ഒക്കെ പേരിന്റെ അടുത്ത് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അത് ഒരിടത്ത് സ്പേസ് ഇട്ട് എഴുതിയിട്ടുണ്ടാവും, ഒരിടത്ത് സ്പേസ് ഇടാതെ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ അതിന്റെ കൂടെ ഒരു ഇനിഷ്യൽ ഒരു ടി ഉണ്ടാവും, ചിലപ്പോൾ ഒരു ടി ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വരുന്നത് ഒരെണ്ണത്തിൽ കാണും, മറ്റൊരിനകത്ത് കാണില്ല. അപ്പൊ ഇത് വരുമ്പോൾ ഈ നാഷണൽ എൻട്രൻസ് എക്സാമുകളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഈ സാധനം റിജക്റ്റ് ആയി വരും. ഈ റിജക്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ഇത് വീണ്ടും കൊണ്ടുവന്ന് ഈ സെന്ററുകളിൽ കൊടുത്ത് ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഈ കറക്റ്റ് ചെയ്ത് ഈ ഡോക്യുമെന്റ് തിരിച്ചു വരാൻ എടുക്കുന്ന സമയമില്ലേ, ആ സമയം കൊണ്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ആ വർഷം തീർന്നു കിട്ടി. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടി ഇപ്പൊ 11ാം ക്ലാസ്സിലാണെന്ന് വിചാരിക്കും. 11-ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 12ാം ക്ലാസ് ആകുമ്പോൾ ആ കുട്ടി ഒരുപാട് പരീക്ഷകൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നും ആ സമയത്തേക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോഴേ റെഡിയാക്കണം എന്ന് വിചാരിച്ച് ഈ ഡോക്യുമെന്റ് ഒക്കെ എടുത്തൊന്ന് നോക്കി നിങ്ങൾ അതിലെല്ലാം പേര് കാര്യങ്ങളെല്ലാം ശരിയാണോ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം അതാത് സ്ഥലങ്ങളിൽ കൊടുത്ത് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി റെഡിയാക്കി വെക്കണം. അല്ലാതെ എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ സമയത്ത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് കരയരുത്. പിന്നെ വേറൊന്ന്, ഈ ആധാറിനകത്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. ഈ OTP നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലല്ല ഇത് വരുന്നെങ്കിൽ OTP എവിടെയോ പോകുമല്ലോ. നമ്മൾ പണ്ട് ആധാർ എടുത്തപ്പോൾ ആരുടെയോ മൊബൈൽ നമ്പർ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ ചിലപ്പോൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അത് പോയി. OTP എവിടെ പോകും? ഈ OTP ഇല്ലാതെ ഇതും കൊണ്ട് മൂവ് ചെയ്യത്തൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആധാറിലെ നമ്പർ മാറ്റേണ്ടി വരും. അപ്പൊ അത് എഗെയിൻ ഒരു പ്രോസസ്സാണ്. ഇതൊക്കെ ടൈം കൺസ്യൂം ചെയ്യും. അപ്പൊ ഇതൊക്കെ നേരത്തെ ശ്രദ്ധിക്കണം. ഇനീഷ്യലി അതെല്ലാം നോക്കി ക്ലിയർ ചെയ്ത് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റുള്ള ബുദ്ധിമുട്ടെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എല്ലാവരും ഇപ്പൊ എല്ലാ പാരൻസും ഒരുപോലെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. വളരെ ഗ്രാമപ്രദേശത്ത് നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരുടെ അച്ഛനമ്മമാരുണ്ട്. നമ്മൾ അവരെ എല്ലാം കൺസിഡർ ചെയ്യണം. ഇപ്പൊ ചിലപ്പം കമ്പ്യൂട്ടറൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ പോലെ അല്ല നമ്മുടെ ചുറ്റും എല്ലാവരും. അപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ നിൽക്കുന്ന ഇതിൽ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ഇതൊക്കെ അറിയാത്ത ആരാ ഉള്ളത്, ഇതൊക്കെ വലിയ സംഭവമാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ. അല്ല, അത് നമ്മൾ നമ്മുടെ താഴേക്ക് ഇറങ്ങി കാര്യങ്ങൾ കാണാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഡയലോഗ് അടിക്കുന്നത്. ഒന്ന് താഴേക്ക് ഇറങ്ങി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെയൊക്കെ നല്ല പഠിക്കുന്ന പിള്ളേരുണ്ടാവും. ഓഫ്, ഞാൻ ഈ കഴിഞ്ഞ 19 വർഷം നടത്തിയ ഈവൻ കേരളത്തിനകത്തെ നൂക്ക് ആൻഡ് കോർണറുകളിൽ നിന്ന് ഞാൻ നടത്തിയ ട്രാവലിൽ പോലും ചില സ്ഥലത്തെ പിള്ളേർ ചോദിക്കുന്ന ചോദ്യങ്ങളും അവരുടെ പഠിക്കാനുള്ള ഒരു ആവേശവും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഈശ്വര, ഇവർക്കൊക്കെ ഈ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, കിട്ടാത്തത് കൊണ്ട് ഈ പിള്ളേർ സ്റ്റക്കായി പോകുമെന്ന് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. കാരണം അവരുടെ പാരൻസ് അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേറ്റഡ് അല്ല. ഈ പിള്ളേർക്ക് നല്ല ആഗ്രഹമുണ്ട്, അവരുടെ അധ്യാപകർ അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ് ടു സേ, പക്ഷെ പലയിടത്തും അധ്യാപകർക്കും ക്ലിയർ അല്ല എന്താണ് ഇവർ ചെയ്യേണ്ടതെന്നോ ഏതാ ചെയ്യേണ്ടതെന്നോ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് കുട്ടി ഇതുപോലുള്ള പല കാര്യങ്ങളും അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ അക്ഷയ ആൾക്കാരും ഒക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഫ്യൂച്ചറാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അക്ഷയയിലൊക്കെ ഇരിക്കുന്നവർ നിങ്ങളും ആലോചിക്കണം. ചിലപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരു പാരന്റിന്റെ കുട്ടിക്ക് വേണ്ടി ഒരു പാരന്റാണ് ഇത് കൊണ്ടൊന്ന് കൈ തരുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനെ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് വേറെ ആരുടെയും കൊണ്ട് കൊടുക്കുന്ന പറഞ്ഞ് വിട്ടുകൊടുക്കുക. വെറുതെ എന്തിനാണ് അറിയാത്തൊരു സാധനം ചെയ്തിട്ട് നിങ്ങൾ കുളവാക്കുന്നത്? പിന്നെ ഈവൻ ഒരു ഗ്രാമപ്രദേശത്തില് കുറച്ച് അവിടെയും കാണുമല്ലോ കുറച്ച് അഫ്ലുവൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, സിസ്റ്റമൊക്കെ നല്ല സിസ്റ്റം ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പ്യൂട്ടറൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള വീടുകളിലെ ആൾക്കാരൊക്കെ ആ ഭാഗത്തൊക്കെ ഉള്ള കുട്ടികൾ വന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കണം. കാരണം നമുക്കിതൊക്കെ കിട്ടി, ഈശ്വരാനുഗ്രഹം. പക്ഷെ ആ പിള്ളേർക്ക് അത് കിട്ടിയില്ല. അവർ നാളെ നമ്മളെക്കാളും ഉയരത്തിൽ ചിലപ്പോൾ എത്തും. അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഒരു കൈത്താങ്ങാണ്. ഒരു 5 മിനിറ്റ് സമയം കൊടുത്താൽ മതി. എടാ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യും. അപ്പൊ അതുപോലുള്ള ഹെൽപ്പുകൾ നമ്മൾ എല്ലാവരും ചെയ്യാൻ വില്ലിങ് ആവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള എക്സാമുകൾ കൂടുതൽ കുട്ടികൾ അറിയും, കറക്റ്റായിട്ട് അവർ അപ്ലൈ ചെയ്യും, അവരുടെ ഫ്യൂച്ചറിന് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. ആൻഡ് ടീച്ചേഴ്സും ഇതെല്ലാം പഠിക്കാൻ വില്ലിങ് ആവണം. പല സ്ഥലങ്ങളിലും ടീച്ചേഴ്സ് ഇതുപോലുള്ള കരിയറിനെ കുറിച്ചോ കോഴ്സുകളെ കുറിച്ചോ എൻട്രൻസ് എക്സാമുകളെ കുറിച്ചോ പറയുമ്പം അവർക്ക് എല്ലാ പരീക്ഷകളെ കുറിച്ചും അവർ അവെയർ അല്ല.
കാരണം അവരത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും നമ്മൾക്ക് കുട്ടികളെ എങ്ങനെയൊക്കെ, കാരണം അധ്യാപകരല്ലേ കുട്ടികളെ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പൊ അവർക്കല്ലേ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. നോക്കൂ, നീ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യൂ, നീ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇന്നതിലോട്ട് എത്താൻ പറ്റും, ഇത്ര വർഷം കൊണ്ട് നിനക്കൊരു ജോലിയിലേക്ക് കയറാൻ പറ്റും, ഇന്ന പ്രിപ്പറേഷൻസ് നീ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഗൈഡൻസ് ഒരു കുട്ടിക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല ആൾക്കാരെന്ന് പറയുന്ന അധ്യാപകരാണ് തന്നെയാണ്. പക്ഷെ അതവർക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ അവരത് പഠിക്കാൻ വില്ലിങ് ആണ്. പലപ്പോഴും ആ ഒരു വില്ലിങ്നെസ്, ഞാൻ എല്ലാ ടീച്ചർമാരെയും പിന്നെ കാടറച്ച് കുറ്റം പറയുമൊന്നുമല്ല, പക്ഷെ എൻ്റെ യാത്രകളിലും അനുഭവങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ചിലരെന്ന് പറയണത് എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവം, അതിലിപ്പുറം ഒരു സാധനം അറിയില്ല. കരിയർ ഗൈഡൻസിന് വന്നിട്ടുള്ള എത്ര അധ്യാപകരുടെ മക്കള് കാര്യങ്ങൾ കുളവാക്കിയിട്ടുണ്ട്. യു നോ ദാറ്റ് റൈറ്റ്? നമ്മൾ എത്ര സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടീച്ചറുടെ കുട്ടിയാണിത്, ചിന്തിച്ചില്ല എന്നുള്ളത്. കാരണം ലൈക്ക് സംബഡി ഈസ് തിങ്കിങ് ദാറ്റ് ഐ നോ എവറിഥിങ്. അവിടെ നിന്നാണ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും എല്ലാം പഠിച്ചവരോ എല്ലാം തികഞ്ഞവരോ എല്ലാം അറിയുന്നവരോ ഒന്നും അല്ല. ഞാൻ ചോദിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് യൂട്യൂബിലാണെങ്കിലും എന്തെന്നാ പ്രശ്നം? ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഇത് വല്ലതും എനിക്കറിയാമോ? ഒന്നും അറിയൂടാ. ഐ വുഡ് ഹാവ് ബീൻ എ നോർമൽ പാരന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു 13 വയസ്സുള്ളൊരു മോനുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ എന്ന അമ്മ ഇത് തപ്പാൻ വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ ഐ നോട്ട് നോ അബൌട്ട് എനി ഓഫ് ദീസ് തിങ്സ്. അതിനല്ലേ ഏത് പാരന്റും സംഭവിക്കാം. നമ്മളത് വില്ലിങ് ആവണം ടു ഓപ്പൺലി ആസ്ക് പീപ്പിൾ അബൌട്ട് തിങ്സ്, ടു ഗെറ്റ് പ്രോപ്പർ സർവീസ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ആ സർവീസ് വേണ്ടടുത്ത് സർവീസ് എടുത്ത് തന്നെ നമ്മൾ പോകണം. കാരണം വി ആർ പ്ലേയിങ് വിത്ത് ദ ഫ്യൂച്ചർ ഓഫ് ദ കിഡ്സ്. സോ വി ഹാവ് ടു ബി ഇൻഫോംഡ് അബൌട്ട് എവറിഥിങ്. കുട്ടികൾക്ക് നമുക്കത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റണം. ഒരുവിധം കുറേ എൻട്രൻസ് പരീക്ഷകൾ, സംഭവങ്ങൾ, കോമേഴ്സിൻ്റെ മറ്റേ CA ഒരു എൻട്രൻസ് പരീക്ഷ ഉണ്ട്. അത് യെസ്, കോമേഴ്സിന് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫൗണ്ടേഷൻ ലെവലിൽ ഒരു എക്സാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ എക്സാം 12ാം ക്ലാസ് കഴിഞ്ഞാലാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ മുതൽ രജിസ്ട്രേഷൻ ഓപ്പൺ ആക്കി 12ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ജൂൺ മാസത്തിൽ നമുക്ക് ആ എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഈ എക്സാമിനേഷൻ, അതായത് CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാനുള്ള ഈ എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റിയിൽ കൊമേഴ്സ് തന്നെ 11th 12th പഠിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇറ്റ് ക്യാൻ ബി സയൻസ്, കോമേഴ്സ് ഓർ ഈവൻ ഹ്യൂമാനിറ്റീസ്. പഠിച്ചവർക്കും എഴുതാൻ പറ്റും. പക്ഷെ അത് എത്ര അത് എഴുതാൻ പറ്റും എന്നുള്ളത് ഒരു വിഷയമാണ്. പക്ഷെ ലീഗലി നോക്കുക, ആ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ്, എനി സ്ട്രീം ക്യാൻ റൈറ്റ് ആ ഒരു എക്സാം. പിന്നെ ACCA പേപ്പറുകൾ 11ാം ക്ലാസ് പഠിക്കുന്നത് മുതൽ എഴുതി തുടങ്ങാം. You don't have to wait until your 12th grade exam is over. It can start by grade level. നമ്മുടെ അടുത്തൊക്കെ വന്നിട്ടുള്ള എത്രയോ കുട്ടികൾ നമ്മൾ പറഞ്ഞതിന് ശേഷം അവര് അത് ട്രൈ ചെയ്യാൻ തുടങ്ങി. 12ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു 4-5 പേപ്പേഴ്സ് ഇഷ്ടം പോലെ കേസുകൾ നമുക്കുണ്ട്. അപ്പൊ അത് അവര് നമ്മൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ പാരന്റ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നോ, ഇപ്പോഴേ എഴുതാമായിരുന്നോ എന്ന് അത്ഭുതത്തോടു കൂടി പറയുന്ന, അത് കഴിഞ്ഞിട്ട് ഈ ഒരു പേപ്പർ എങ്കിലും ക്ലിയർ ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടെ എത്ര പേര് നമുക്ക് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്ന് നമ്മളെ കണ്ടിട്ടുണ്ട്. അല്ലേ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തേ ഇല്ലായിരുന്നു. ലൈക്ക് ഇത്ര നേരത്തെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, ഒരു സ്റ്റെപ്പെങ്കിലും ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റി. അപ്പം അതൊക്കെ അവരുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പേപ്പറെങ്കിലും ക്ലിയർ ആകുമ്പോൾ ദാറ്റ് ഗിവ്സ് ദം എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ദാറ്റ് ഐ കൻ ഡു സംതിങ് എന്ന് പറയുന്ന ഒരു ഇത്. അത് തന്നെ നമ്മൾ പറയും, എല്ലാവരും എഴുതാൻ ട്രൈ ചെയ്യണ്ട. അത് എഴുതണം എങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സർട്ടൺ സ്കില്ലുണ്ട്. ആ സ്കില്ല് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ പാരന്റ്സിനോടും കുട്ടിയോടും പറയുക, സി please start doing it from now onwards because the child is capable of handling both the things. അതായത് ബോർഡ്സിന്റെ കാര്യവും ഇതും കേപ്പബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇതുകൂടി ആ കുട്ടിയെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കൂ ആൻഡ് ആസ് എ ചൈൽഡ് ടു റൈറ്റ് ദി എക്സാമിനേഷൻ ഫ്രം നൗ ഓൺവേർഡ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം അതും ഈവൻ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏതെടുത്ത ആൾക്കാർക്കും പറ്റുമെങ്കിലും എഗെയിൻ സത്യത്തിൽ ആർക്കാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പഠിക്കുന്നവർക്കാണ് പറ്റുക. അതെ, നന്നായിട്ട് അതിലെ സബ്ജക്ട് നോളജ് ഉള്ളവർക്ക്. അപ്പൊ ഇങ്ങനെ കുറേ പരീക്ഷകളുണ്ട്. പിന്നെ ഓരോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മൾ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് നവംബർ മാസം മുതൽ നമ്മൾ അവെയർ ആയിരിക്കണം. മിക്കവാറുമുള്ള പ്രൈവറ്റ് ആൻഡ് ഡീം ടു ബി യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷന്റെ പോർട്ടൽ ഓപ്പൺ ആവുന്നത് നവംബർ മാസത്തിലായിരിക്കും. അപ്പൊ ആ നവംബർ മുതൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മൾ A എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയും C എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയും, ഈ 2 യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നവംബർ മുതൽ Aയുടെയും Cയുടെയും വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുക.
അപ്പൊ അതിനകത്ത് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടും, ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റും. യെസ്, ഇതൊക്കെയാണ് ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ മാം പറഞ്ഞു. ഏതെങ്കിലും എൻട്രൻസ് എക്സാമിനെ കുറിച്ച് ഇനി അവർക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ അല്ലെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോകളുടെ ടോപ്പിക് എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുള്ള കമന്റ് ചെയ്താൽ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അബൌട്ട് ദി എൻട്രൻസ് എക്സാംസ് ആൻഡ് ടൈം ലൈൻസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഡൗട്ട്സ് ഉള്ളത് എപ്പോഴും പോലെ തന്നെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കൂ. പറ്റുന്നിടത്തോളം ഹെൽപ്പ് ചെയ്ത് തരാം. ബിക്കോസ് വി വുഡ് ലൈക്ക് ടു സീ പീപ്പിൾ റീച്ച് ഹൈറ്റ്സ്. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു പാരൻറ്റുമായിട്ട് റൈറ്റ് സംസാരിച്ചത്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ലൈക്ക് നോർമലി ഉള്ളതിനേക്കാൾ ഹാപ്പി ആയിരുന്നു. മൂത്ത കുട്ടിക്ക് നമ്മുടെ അടുത്ത് നിന്ന് കരിയർ ഗൈഡൻസ് എടുത്തു. ആ കുട്ടി ഇപ്പൊ UGയും PGയും കഴിഞ്ഞ് ജോലിക്ക് കയറി. രണ്ടാമത്തെ കുട്ടിയും നമ്മുടെ അടുത്ത് നിന്ന് തന്നെയാണ് ഗൈഡൻസ് എടുത്തത്. ആ കുട്ടി ഇപ്പൊ ലോയ്ഡ് എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്ത് അതിന് അഡ്മിഷൻ കിട്ടി. അപ്പൊ ആ ഹാപ്പിനെസ് പറഞ്ഞുകൊണ്ട് പാരന്റ് വിളിച്ചിട്ട് നമ്മളോട് സംസാരിച്ചു. ആൻഡ് ലൈക്ക് ആ കോള് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റെക്കോർഡിങ്ങിന് വന്നിരുന്നത്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യത്തെ മൂത്ത കുട്ടി ജോലിക്ക് കയറി എന്നുള്ളതും രണ്ടാമത്തെ കുട്ടി അവർ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ഇതിൽ അഡ്മിഷൻ എടുത്തു എന്ന് പറയുന്ന ഒരു ഇതും. അപ്പം ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന കുറച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. കുട്ടികൾ ഒരു പോയിന്റ് പറയുന്നത് ഗൈഡൻസ് കറക്റ്റ് സമയത്ത് കിട്ടിയത് കൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു പാത്തിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. അപ്പം നിങ്ങളൊക്കെ എവിടെയെങ്കിലും ഇപ്പം നമ്മുടെ അടുത്ത് നിന്ന് ഗൈഡൻസ് എടുക്കാത്ത ആളാണെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ we are personally grateful for that. As a team Streets Academy, Calibri, Cambrier, we are happy that like we could help you. എന്തെങ്കിലും ഒരു തരത്തിലെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ടോക്ക്, എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. So all the best to each one of you. Keep going. Happy learning.